ഒരു ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ മൈൻഡ്ഫുൾനെസ്സിന്റെ 111ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും വളരെ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഇമോഷണൽ ട്രിഗേഴ്സ്, ഇമോഷണൽ തലങ്ങൾ അല്ലെങ്കിൽ ഇമോഷണൽ തോട്ട്സ്, ട്രിഗേഴ്സ് എല്ലാം പലപ്പോഴും നമ്മളെ ഈ കാലഘട്ടങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. കാരണം ലോകത്തിന്റെ ഒരു ഡയറക്ഷൻ തന്നെ അങ്ങനെയാണ്. അതിനെങ്ങനെ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് നേരിടാം? പ്രിയപ്പെട്ട ആന്റണി സാറിലൂടെ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ പ്രതിവിധികളിലേക്ക് പോകാം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവരൊപ്പം ആന്റണി സാറേയും. ആന്റണി സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. എല്ലാവർക്കും ഞാൻ നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വർഷത്തെ ഒരു വർഷത്തേക്കുള്ള ഒരു വിഷയമായിട്ട് എടുത്തിരിക്കുന്ന റീസെറ്റ്, റിലീസ്, റീഅലൈൻ ആൻഡ് റീഗെയിൻ എന്നുള്ള ആ വിഷയത്തെക്കുറിച്ചുള്ള 12ാമത്തെ ക്ലാസ് ആണ് ഇന്ന് എടുക്കുന്നത്. നമ്മളുടെ ഈ ഒരു വർഷത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളുടെ പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും കാലം ജീവിച്ചു വന്ന ആ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ മാനസികവും വൈകാരികവുമായിട്ടുള്ള ആ കാര്യങ്ങൾ മൈൻഡ്ഫുൾനെസ് വഴി ഒന്ന് റീസെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ വിട്ടുകളയുക. ദെൻ റീഅലൈൻ ആൻഡ് ദെൻ റീഗെയിൻ അവർ ലൈഫ്. അല്ലെങ്കിൽ നമ്മളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള റെസീലിയൻസിലേക്ക് നമുക്ക് പോകാനുള്ള ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർഷത്തെ ക്ലാസ് ഞാൻ പ്രത്യേകമായിട്ട് ഒരുങ്ങുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്, വിഷയം എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ് ചെയ്യാം, ഓക്കെ, ട്രിഗേഴ്സ് ഇൻ ഇമോഷണൽ ഹാബിറ്റ് ഫോർമേഷൻ എന്നുള്ളതാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾക്ക് എല്ലാവരിലും ട്രിഗേഴ്സ് അല്ലെങ്കിൽ പ്രേരകങ്ങളുണ്ട്. വൈകാരികമായ പ്രേരകങ്ങൾ ആണ് വാസ്തവത്തിൽ നമ്മളെ നയിക്കുന്നത്. ഒരു വശത്ത് നമ്മളുടെ സ്വപ്നങ്ങളുണ്ട്, മറുവശത്ത് നമ്മളുടെ ഭയങ്ങളുണ്ട്. ഇതിനിടയിൽ നമുക്ക് വൈകാരികമായിട്ടുള്ള വളരെയേറെ ട്രിഗേഴ്സ് അല്ലെങ്കിൽ പ്രേരകങ്ങൾക്ക് അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ അവബോധ മനസ്സുകളിൽ നമ്മൾ അറിയാതെ ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അനുദിന ജീവിതത്തിൽ നമുക്ക് വളരെയേറെ പ്രയാസമുണ്ടാക്കുന്നതായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ടായിരുന്നു, അതങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലുകൾ ഉണ്ടാകും. പിന്നീട് ഉള്ളത് നമ്മളുടെ ആ ജീവിത അനുഭവങ്ങൾ വെച്ച് വളരെയേറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് വൈകാരികമായിട്ട് നമ്മൾ ശാന്തമായിട്ട് നമ്മളുടെ വീടുകളിൽ ഇരിക്കുമ്പോൾ പോലും പഴയ കാലത്തെ അനുഭവങ്ങൾ നമ്മളെ വേട്ടയാടാറുണ്ട്. ഈ വേട്ടയാടുന്നതിന്റെ ഫലമായിട്ട് നമ്മൾക്ക് ആ മാനസികമായ സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വൈകാരികമായി ഒട്ടനവധി പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോവുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഈ ട്രിഗേഴ്സ് എങ്ങനെയാണ് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുക എന്നുള്ളതാണ്. മൈൻഡ്ഫുൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മളിൽ നടക്കുന്ന നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് പോലെ, അതായത് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അറിയാൻ നമുക്ക് സാധിക്കാതെ പോകും. കാരണം നമ്മളുടെ ഈ ട്രിഗേഴ്സ്, അതിനോടനുബന്ധിച്ചിട്ടുള്ള നമ്മളുടെ ചിന്തകൾ, അതുപോലെ വികാരങ്ങളെല്ലാം നമ്മളുടെ സ്വന്തമായിട്ട് നമ്മളുടെ സെൽഫിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ്. ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അവരുടെ ചിന്തകളുമായിട്ട് ഐഡന്റിഫൈ ചെയ്തു. അതിൽ നിന്നൊന്നും വ്യത്യസ്തമായ ഒരു ഐഡന്റിറ്റി അവന് കാണാൻ സാധിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ മജോറിറ്റി ആളുകൾക്ക് കാണാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ട് അവരവരുടേതായ ചിന്തകളാണ്, അല്ലെങ്കിൽ അവരെന്തായിരിക്കുന്നു അത് അവരുടെ ചിന്തകളാണെന്നുള്ള വിശ്വാസത്തിൽ, അങ്ങനെയുള്ള ആ ചിന്തയിൽ തന്നെയാണ് അവർ ജീവിച്ചു പോകുന്നത്. ഇന്നത്തെ ക്ലാസിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയർ, നമ്മുടെ അനുദിന ജീവിതത്തിലെ ആ ബിഹേവിയർ എന്തുമാത്രം ഇമോഷണൽ ട്രിഗേഴ്സ് അല്ലെങ്കിൽ വൈകാരിക പ്രേരകങ്ങളുടെ ശക്തിയോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്ന് നമ്മൾ പറയും, പക്ഷെ ആ പഠിക്കുന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തെ സ്ഥായിയായി മാറ്റം വരുത്താൻ കഴിവുള്ളതായ ആ ട്രിഗേഴ്സ് അല്ലെങ്കിൽ പ്രേരകങ്ങൾ നമ്മളിൽ ഉടലെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ അത് അറിയാതെ വന്ന് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അത് പ്രധാനമായിട്ടും ഏതെല്ലാം തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നത്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് വഴി അല്ലെങ്കിൽ അവധാനപൂർവ്വ ധ്യാനം അല്ലെങ്കിൽ അവധാനപൂർവ്വ ജീവിതം കൊണ്ട്
നമുക്ക് ഈ ട്രിഗേഴ്സിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, പ്രായോഗികമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്ന് ഞാൻ പ്രധാനമായിട്ടും സംസാരിക്കുന്ന വിഷയങ്ങൾ ഒന്ന് വാട്ട് ഈസ് എ ട്രിഗർ ഇൻ സൈക്കോളജി, ഓക്കെ, അതുപോലെ തന്നെ വാട്ട് ഈസ് എ ട്രിഗർ ഇൻ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. അത് തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. എ ട്രിഗർ ഇൻ സൈക്കോളജി ആൻഡ് എ ട്രിഗർ ഇൻ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഈസ് ഡിഫറെന്റ്. ദെൻ കോമൺ സിംറ്റംസ് ഉണ്ട്. ഓക്കെ, എനിക്ക് ഇത് ഇങ്ങനെയുള്ള ഈ സിംറ്റംസിനെ കുറിച്ച് ഞാൻ അറിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഞാൻ അറിയുന്നത് ആഹാ എന്നിൽ ഇതുണ്ട് എന്നുള്ള ആ ഒരു ഇത്. അപ്പം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ട്രിഗേഴ്സ് ആൻഡ് മൈൻഡ്ഫുൾ സ്ട്രാറ്റജീസിനെ കുറിച്ചാണ്. സോ വാട്ട് ഈസ് ആൻ ഇമോഷണൽ ട്രിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഹാബിറ്റിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ അനുദിന ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് സിസ്റ്റം എന്നാണ് നമ്മൾ പറയാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ആ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ ഒരു കാര്യം നമ്മൾ കേൾക്കുന്നു, അറിയുന്നു, അതിനോടനുബന്ധിച്ച് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫീലിങ്സ് നമുക്കുണ്ടാകുന്നു, അതുവഴി നമുക്ക് ഇമോഷൻസ് ഉണ്ടാകുന്നു, ചിന്തകൾ ഉണ്ടാകുന്നു. അവയെ നമുക്ക് അറിയാനോ അല്ലെങ്കിൽ അവയെ നിയന്ത്രിക്കാനോ കഴിയാത്ത വിധം എപ്പോഴും ഇങ്ങനെ നമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന നമ്മുടെ പ്രത്യേകിച്ച് വൈകാരികമായ അനുഭവങ്ങളെ അതാണ് നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്നത്. ഈ ഹാബിറ്റിനെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മളുടെ ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ഈ ഹാബിറ്റ്സ് അതിനെ ട്രിഗർ ചെയ്യുന്നതാണ് എന്താണ് അല്ലെങ്കിൽ പ്രേരകങ്ങളായിട്ട് മാറ്റുന്നതുണ്ട്. അത് നമുക്ക് ക്യൂസ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെയും നമ്മൾക്ക് പ്രേരകം എന്ന് പറയാം. അല്ലെങ്കിൽ അതാണ് നമ്മളുടെ അടിയിൽ, അതായത് നമ്മളുടെ ഇപ്പം നമ്മൾ പറഞ്ഞിരുന്ന ചാരത്തിലെ തീ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ അറിയുന്നില്ല, പക്ഷെ നമ്മൾ ചവിട്ടി കഴിയുമ്പോഴോ എടുത്തു കഴിയുമ്പോഴാണ് അറിയുന്നത് അതിന് വളരെ ചൂടുള്ളതാണ്, കൈ പൊള്ളുന്നതാണെന്നുള്ളത്. അപ്പം പ്രത്യേകിച്ച് നമ്മളുടെ ഇമോഷണൽ റിയാക്ഷൻസിന് എല്ലാ ഇമോഷണൽ റിയാക്ഷനെയും തന്നെ നമ്മളെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് നമ്മളുടെ വൈകാരികമായിട്ട് നമുക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുക, ഇങ്ങനെയുള്ള എല്ലാ വികാരങ്ങളെയും ബാധിക്കുന്ന ഈ ട്രിഗേഴ്സിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നു. അത് ആ ട്രിഗേഴ്സിന്റെ റോൾ എന്താണെന്നുള്ളത് ആണ് നമ്മൾ നോക്കുന്നത്. എ ട്രിഗർ ഇൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സൈക്കോളജിയിൽ മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റിമുലസ്, എ ട്രിഗർ ഒരു പ്രേരകമാണ്. അത് നമ്മളുടെ ഒരു വൈകാരികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിഹേവിയറിനെ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിനെ അല്ലെങ്കിൽ റിയാക്ഷനെ എന്ന് വേണമെങ്കിൽ പറയാം. റിയാക്ഷൻ ആൻഡ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ പാറ്റേൺസിന് ആയിട്ട് ലിങ്ക്ഡ് ആണ്. ഇത് മിക്കപ്പോഴും നമ്മളുടെ പഴയ കാലത്തെ നമ്മളുടെ ട്രോമ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് തിക്താനുഭവങ്ങളിൽ നിന്ന് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ലിങ്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ എന്താണെന്നുള്ളത്. കാരണം നമ്മൾ ആധാർ കാർഡും പിന്നെ പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിങ്കിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള അത് ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ ശൈശവത്തിൽ തന്നെ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് ഇന്റേണൽ ആകാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകും. അത് നമ്മളുടെ എന്താണ് മാനസികമായിട്ടുള്ളതായിരിക്കാം, ഇന്റേണൽ ആയിട്ടുള്ളതുണ്ട്, മറ്റൊന്ന് സൊമാറ്റിക് ആയിട്ടുള്ളതുണ്ട്. അതായത് നമ്മളുടെ ശാരീരികമായ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നുള്ളതാകാം. ഇതുമല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് വരും. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ വ്യക്തികളിൽ നിന്ന്, അവരുടെ സംസാരങ്ങളിൽ നിന്ന്, പെരുമാറ്റങ്ങളിൽ നിന്ന്, അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്നാകാം. ഇപ്പം എന്താണ് നമ്മൾ കാറ്റ് വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും കാറ്റത്തോ അല്ലെങ്കിൽ ഒരു മഴയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ സമയത്ത് അത് വരുമ്പോഴേക്കും അതൊരു ട്രിഗർ ആയിട്ട് നമുക്ക് വരുന്നു. അല്ലെ വ്യക്തികളാകാം, സംഭവങ്ങളാകാം, ഓർമ്മകളാകാം, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇനി ഒരു ട്രിഗർ ഇൻ മൈൻഡ്ഫുൾനെസ് മീൻസ് ഒരാൾ വളരെ അവധാനപൂർവമായിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം ജാഗ്രതയോടുകൂടി ജീവിക്കുന്നു. അയാൾ അതിൽ അയാൾ നടക്കുമ്പോഴും എടുക്കുമ്പോഴും എപ്പോഴും അയാൾ മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുകയാണെന്ന് കരുതുക. അങ്ങനെയുള്ള ആ സമയത്ത് അതിനെ മാറ്റിക്കളയുന്ന അല്ലെങ്കിൽ അയാളുടെ ശ്രദ്ധയെ മാറ്റുന്ന എന്ന് പറയാം, ശ്രദ്ധ അല്ലെങ്കിൽ അയാളുടെ ആ ഒബ്സർവേഷൻ എന്ന് പറയുന്ന അതിനെ മാറ്റിക്കളയുന്ന അല്ലെങ്കിൽ അതിനെ മാറ്റാൻ പ്രേരകമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ, ഇന്റേണൽ അല്ലെങ്കിൽ ഫിസിക്കൽ, ഇത് തന്നെ ശാരീരികമോ അല്ലെങ്കിൽ ആന്തരികമോ ബാഹ്യമോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റിമുലസ്, അതായത് നമ്മളുടെ ആ ശ്രദ്ധയെ, ഇവിടെയും ശ്രദ്ധയെ തന്നെയാണ്, മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ആളുടെ ശ്രദ്ധയെ മാറ്റിക്കളയുന്നു.
ഇനി ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗുണം കൂടിയുണ്ട്. ക്യൂസ് ടു ഡീപ്പൻ ദി മൈൻഡ്ഫുൾനെസ്. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അല്ലെ ചിന്തിച്ചു പോകുമ്പോഴായിരിക്കും, പ്രത്യേകിച്ച് മെഡിറ്റേഷന്റെ സമയത്ത് ഞാൻ പറയാറില്ലേ, നമ്മൾ ഇങ്ങനെ ചിന്തകൾ വരുന്നു. അപ്പൊ അത് ചില സമയത്ത് നമ്മൾ അറിയുന്നു. അറിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും മൈൻഡ്ഫുൾനെസ്സിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം വീട്ടിലോ പുറത്തോ ബാഹ്യമായിട്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് നമുക്കൊരു മൈൻഡ്ഫുൾ തോട്ട് വരും. ഓ നോ നോ നോ, ഞാനിതിപ്പം ചിന്തിച്ചു പോകുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അത് മാറിപ്പോയി. അതുകൊണ്ട് നമുക്ക് നമുക്ക് ബ്രീത്തിങ്ങിലേക്ക് പോകാം. അല്ലെങ്കിൽ എന്റെ ശ്രദ്ധ മൈൻഡ്ഫുൾ, അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒന്ന് കേൾക്കുന്നതിനെ മൈൻഡ്ഫുൾ ആയിട്ട് കേൾക്കാം, അല്ലെങ്കിൽ നമ്മൾ രുചിക്കുന്നതിനെ മൈൻഡ്ഫുൾ ആയിട്ട് രുചിക്കാം. അതല്ലെങ്കിൽ കാണുന്നതിനെ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് കാണാം. ഇങ്ങനെയൊക്കെയുള്ള പ്രേരകങ്ങളായിട്ടും മൈൻഡ്ഫുൾനെസ്സിനകത്ത് ഈ ട്രിഗർ സംഭവിക്കാറുണ്ട്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് കോമൺ ഇമോഷണൽ ട്രിഗേഴ്സ് എന്ന് പറയാം. അതായത് എത്ര ടൈപ്പ് ആണ് ഉള്ളത് എന്നുള്ളത്. ഒന്നാമത്തേത് പാസ്റ്റ് ട്രോമ, അല്ലെങ്കിൽ സിറ്റുവേഷണൽ ആണ്. ഉദാഹരണമായിട്ട് ഒരു ആക്സിഡന്റ് ഒരാൾക്കുണ്ടായി, അയാൾ വീണ്ടും ആ വഴിയെ വരുമ്പോഴേക്കും ഒരുപക്ഷെ അത് ഓർമ്മ വരും. അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും മറ്റതുപോലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ഒരു ആക്സിഡന്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ വേറൊരെണ്ണമാണ്, നമുക്ക് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്, മഴക്കാലം വരുമ്പോഴേക്കും ഉരുളുപൊട്ടലുണ്ടായി. അതിൽ ഒരു വിക്ടിമായിട്ട് പോയിട്ടുള്ള ഒരു കുടുംബം, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴ വരുമ്പോഴേക്കും അവർക്കൊരു പേടിയാകും, ഇനിയും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. അതല്ലെങ്കിൽ അബ്യൂസ് ആയിരിക്കും. അത് കുട്ടിക്കാലത്ത് ഏതെങ്കിലും തരത്തിൽ നമുക്കുണ്ടായിട്ടുള്ള അബ്യൂസുകൾ, മാതാപിതാക്കളിൽ നിന്നാകാം, അധ്യാപകരിൽ നിന്നാകാം, അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നാകാം, ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാകാം. പിന്നെ അടുത്തത് നമുക്ക് വലിയ ലോസ്, അതായത് മരണമാകാം, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും നമ്മൾ കരുതി വെച്ചിരുന്ന നമ്മുടെ വീട് നഷ്ടപ്പെട്ടു പോകുന്നു, വീടിന് തീ പിടിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വലിയ ലോസ്, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം അതിനെക്കുറിച്ച് കേൾക്കുകയോ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും അതൊരു ട്രിഗർ ആയിട്ട് കൊണ്ട് വീണ്ടും ഒരു ഭയം, അല്ലെങ്കിൽ മറ്റ് അസ്വസ്ഥതകൾ നമ്മളിൽ ഉണ്ടാക്കും. അത് സോഷ്യൽ ട്രിഗേഴ്സ് ഉണ്ട്. അടുത്തത് അതാണ് സോഷ്യൽ, സാമൂഹ്യമായിട്ടുള്ള ട്രിഗേഴ്സ് ഉണ്ട്. ചിലരെ സംബന്ധിച്ച് നമ്മളുടെ ബന്ധങ്ങളിൽ നിന്ന്, സാമൂഹ്യമായിട്ട് നമ്മുടെ ഗെറ്റ് ടുഗദർ ഇങ്ങനെയുള്ളതിൽ നിന്ന് നമുക്ക് ഹാപ്പി ആയിട്ടുള്ള, അതിനും ഒരു ട്രിഗർ ആയിട്ട് വരാം. ആരെയെങ്കിലും നമ്മൾ കുറെ കാലമായി കാണാത്ത ഒരാൾ നമ്മളെ വിളിച്ചിട്ട് പറയാണ്, ഇപ്പൊ പ്രത്യേകിച്ച് ഒത്തിരി പേര് നിങ്ങളുടെ എല്ലാ വീടുകളിൽ നിന്ന് തന്നെ വിദേശത്തുണ്ട്, അവർ വരുമ്പോഴേക്കും നമുക്ക് ഒത്തിരി ഹാപ്പിയായി, അതൊരു സോഷ്യലാണ്. അതേസമയം അത് ഒരു സോഷ്യൽ ട്രിഗേഴ്സിനകത്ത് വേറൊന്നുണ്ട്. അതായത് നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരാളെ കാണുന്നു, ഒത്തിരി കാലം കൂടി ഒരാളെ കാണുന്നു, നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണുന്നു, അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവേഴ്സീവ് ആയിട്ടുള്ളത് ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റൊന്ന് ഡിഫെൻസീവ് ആണ്. ഡിഫെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയാം. അതായത് കുട്ടികളിലൊക്കെ ആണെങ്കിൽ, കുട്ടികളെല്ലാം വലിയവര്, ഇപ്പൊ ജോലി സ്ഥലത്താണ്, കുട്ടികളെ വിട്ടിട്ട് നമുക്ക് ജോലി സ്ഥലത്തേക്ക് പോകാം. അവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ചു കാലമൊക്കെ ഞാൻ പറഞ്ഞ ബോസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഹയർ ആയിട്ടുള്ള അതോറിറ്റീസ് നമ്മളെ എന്തെങ്കിലും തരത്തിൽ നമ്മളെ ഹരാസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, കുറേയൊക്കെ നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഡിഫെൻസീവ് ആകും. മനസ്സിലായോ? നമ്മുടെ പെരുമാറ്റങ്ങളിൽ നീ പോടാ പുല്ല് എന്ന് പറയാനുള്ള ആ ഒരു തന്റെ ഇടം ഒരുപക്ഷെ നമ്മൾ വന്നു വരും. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിഹേവിയർ പാറ്റേൺസ് നമ്മൾ രൂപപ്പെടുത്തും. അത് നമ്മൾ ഈ പ്രായമായി കഴിഞ്ഞിട്ട്, ഇപ്പൊ ജോലി സ്ഥലത്താണെങ്കിൽ അവിടുന്ന് നമുക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ജോലി തുടങ്ങുമ്പോൾ വേണമെന്നില്ല, ജോലി കഴിഞ്ഞ് കുറെ കാലമായി റിട്ടയർ ചെയ്യാറായപ്പോഴായിരിക്കും ഏതെങ്കിലും നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒത്തുപോകാത്ത ഒരാൾ വന്നാലും നമ്മൾ അവിടെ ഇങ്ങനെയുള്ള സോഷ്യൽ ട്രിഗേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ദെൻ ഇന്റേണൽ ട്രിഗേഴ്സ് ഉണ്ട്. അത് നമ്മളുടെ തന്നെ സ്വന്തമാണ്. നമ്മളുടെ ചിന്തകള്, ഓർമ്മകള്, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്, നമ്മൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ചിന്തിക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ളതാണ്. ദെൻ അടുത്തത് ടൈപ്സ് ഓഫ് കോമൺ ട്രിഗേഴ്സിനകത്ത് വരുന്നതാണ് സെൻസറി ട്രിഗേഴ്സ് ഉണ്ട്. എന്തെങ്കിലും കേൾക്കുമ്പോൾ, കാണുമ്പോൾ, അല്ലെങ്കിൽ രുചിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ട്രിഗേഴ്സ് നമുക്കുണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ അമ്മമാര് മരിച്ചു പോയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവര് അമ്മ കറി വെച്ചിരുന്ന കറിയുടെ മണം നമ്മൾ അറിയുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പം നമ്മൾ രുചി, സോറി, മണം നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏകദേശം എന്തെങ്കിലും സാമ്പാറോ മറ്റെന്തെങ്കിലും ഒരു കറി വെച്ച് രുചിക്കുമ്പോഴും അമ്മയെ കുറിച്ച് ഓർക്കാം, അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് ഓർക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വേദനയായിട്ട് നമുക്ക് വരും. മറ്റെന്തെങ്കിലും കാണുമ്പോൾ, ചിലരുടെ മുഖങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും, അല്ലെങ്കിൽ അവേർഷൻ തോന്നും. നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ
അധ്യാപകൻ, അധ്യാപിക ആരെങ്കിലും ഒരാൾ നമ്മളെ വളരെ സ്നേഹത്തോടു കൂടി നമ്മളെ കണ്ടിരുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു മുഖം, അങ്ങനെയുള്ളവരുടെ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ, ശബ്ദങ്ങളൊക്കെ കേൾക്കും. അതിനോട് സിമിലർ ആയിട്ട് കാണുമ്പോഴേക്കും നമുക്ക് അവരോട് അറിയാതെ ഒരു അടുപ്പം തോന്നും. നേരെ മറിച്ചും സംഭവിക്കാം. ദെൻ ബിഹേവിയറൽ ട്രിഗേഴ്സ് ഉണ്ട്. സർട്ടൻ ആക്ഷൻ, അതായത് അതായത് നമ്മൾ പെട്ടെന്ന് ബിഹേവിയർ ആയിട്ടുള്ള ഒരു ഇതുണ്ടാകും. നമ്മുടെ പെരുമാറ്റങ്ങളിലുള്ള ട്രിഗർ. വെറുതെ വീട്ടിലിരിക്കുകയാണ്, അപ്പോഴേക്കും നമുക്ക് ഇപ്പം ഉള്ളതാണ്, ഇക്കാലത്തുണ്ടായിട്ടുള്ളതാണ് ചെക്കിംഗ് ഫോൺ. എന്തിനാ? വിരസത മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അയച്ചോ, നമുക്കൊരു പെട്ടെന്ന് ഒരു മെസ്സേജ് വരുമോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു. ഒരുപക്ഷെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഒരുപക്ഷെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിനിടയ്ക്ക് എന്തെങ്കിലും വന്നോ, ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ആരുടെയെങ്കിലും മെസ്സേജ് എന്താണ് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. അപ്പം ഈ പറയുന്ന ഞാനിപ്പോ സംസാരിക്കുന്നത് അത് കേട്ട് തന്നെ അത് തന്നെ ബോറായി അടിച്ചു, അല്ലെങ്കിൽ ഒരു വിരസത തോന്നി. എന്നാൽ ഇനി ഫോണിൽ എന്തൊക്കെയെങ്കിലും നോക്കാം, അല്ലെ യൂട്യൂബിൽ. ഞാൻ കണ്ടിട്ടുണ്ട് ചില സമയത്ത് നേരിട്ട് ഈ ഓഫ്ലൈനിൽ ഓൺലൈനിൽ അല്ലാതെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ആ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് യൂട്യൂബിന് വെച്ച് അറിയാതെ ശബ്ദം കേൾപ്പിച്ച 2 സാഹചര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് ഞാന്. അവരെന്തിനാണ് അത് എടുത്തതെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ എന്റെ മര്യാദ വെച്ച് ഞാൻ അവരോട് പറഞ്ഞില്ല ഈ ഫോൺ ഇവിടെ വെച്ച് ഉപയോഗിക്കരുതെന്ന്. പക്ഷെ 2 പ്രാവശ്യം എന്തോ അവർക്ക് വന്ന മെസ്സേജിലായിരിക്കും. ഏതായാലും മ്യൂസിക് അല്ല, എന്തോ ഒരു വീഡിയോ 2 പ്രാവശ്യം ഒരാൾ തന്നെ പ്ലേ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഓക്കെ, ദെൻ ഹൗ ഡു ട്രിഗേഴ്സ് ഫോം? എങ്ങനെയാണ് ഒരു ട്രിഗർ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് ഇതാണ്. ഒന്ന്, നമ്മളുടെ എല്ലാ ട്രിഗറുകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്. അത് എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകാം. ശിശുക്കൾക്കുണ്ടാകാം, കുറച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടാകാം, സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാകാം, ജോലി കിട്ടുമ്പോഴുണ്ടാകാം, വിവാഹം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാകാം. ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. ഈ എക്സ്പീരിയൻസ് പ്രധാനമായിട്ടും 2ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് ട്രോമാറ്റിക്, നമുക്ക് ഇഷ്ടമില്ലാത്ത അനിഷ്ടമായ എക്സ്പീരിയൻസ് ഉണ്ടാകാം. അതോടൊപ്പം തന്നെ നമുക്ക് സന്തോഷകരമായ ജോയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ടാകാം. ഈ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ ബ്രെയിൻ എടുക്കുന്നത് കൂടുതൽ സ്ഥലം വേണം അതിന്, അല്ലെങ്കിൽ അത് കുറെ കൂടി ആഴത്തിലാണ് പതിക്കുന്നത്. ഉദാഹരണമായിട്ട് നമുക്കൊരു ഒരു വിഷമം ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായാൽ, ഇപ്പൊ ഒരാൾ നമ്മൾ വെള്ളം മര്യാദയായിട്ട് വീഴുന്നുണ്ടോ നോക്ക്. പെരുമാറി വെള്ളം വീഴുന്നുണ്ടോ നോക്കാം. എന്നാൽ ആ പാത്രം എടുത്ത് വെച്ചാലോ അവിടെ. സംസാരം ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പൊ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴേക്കും കൂടുതലായിട്ട് എന്താണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ബ്രെയിൻ അത് സേവ് ചെയ്യുന്നു എന്ന് വേണേൽ നമുക്ക് പറയാം. അത് റെക്കോർഡ് ചെയ്യുമ്പോഴേക്കും അതിന്റെ ആ ന്യൂറൽ പാത്വേസ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടാണ് നമ്മളിൽ വരുന്നത്. ഞാനിപ്പോൾ അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് അത് അറിയുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ജോയസ് എക്സ്പീരിയൻസ് ഇവിടെ വരുമ്പോഴേക്കും എന്താണ്, അതിന്റെ ആ പാത്ത് വേസ്, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്, സേവ് ചെയ്യപ്പെടുന്നത് വളരെ തിൻ ആയിട്ടുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും, ഉദാഹരണമായിട്ട് നമ്മുടെ ബർത്ത്ഡേക്ക് കുറെ പേര്, നമ്മളെ 100 പേര് വിളിച്ചെന്നിരിക്കട്ടെ. പക്ഷെ ഒരാൾ വിളിച്ചില്ലെങ്കിൽ നമുക്ക് ആ ആളെ കുറിച്ച് ഒരു വിഷമം ഉണ്ടാകും. അവൻ എന്തുകൊണ്ടാ വിളിക്കാതിരുന്നേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ തന്നെ നിങ്ങൾ ഓർക്കും എന്തുകൊണ്ടാണെന്ന്. പക്ഷെ 100 പേര് വിളിച്ചു എന്നുള്ള ആ ഒരു ജോയിയെ നമ്മൾ മറന്നിട്ട് ഒരാൾ വിളിച്ചില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ആ ന്യൂറൽ പാത്ത് വേസിൽ ഉണ്ടാകുന്ന ബ്രെയിനിൽ അത് എടുക്കുന്നത് നമ്മളുടെ നെഗറ്റീവ് ആയിട്ടുള്ള നമ്മളുടെ എക്സ്പീരിയൻസ്, ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എപ്പോഴും കൂടുതൽ ആഴത്തിൽ പതിയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രീക്വന്റ് ആയിട്ട് നമുക്കത് വീണ്ടും റീകോൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നു. സോ ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, ദെൻ കംസ് അസോസിയേഷൻ. അത് നമ്മൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഏതെങ്കിലും ഒരാളുടെ മുഖം പഴയ കാലത്ത് ഉണ്ടായിരുന്ന സന്തോഷത്തിന്റെ ഒരു മുഖമാണ് കാണുന്നതെങ്കിൽ നമ്മൾ വെറുതെ അവരെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരും. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കാലം കൂടി കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരാളെ, ആ സിമിലർ ആയിട്ടുള്ള ഒരാളെ നമ്മൾ ബസ് സ്റ്റോപ്പിലോ ട്രെയിനിലോ ബസ്സിലോ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവരെ ഒന്നുകൂടെ നോക്കും. 2 പ്രാവശ്യം നമ്മൾ നോക്കിയെന്ന് വരും. അവർ മാറിപ്പോയി കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കും, ഇത് എന്റെ പഴയ സാറാണോ എന്ന്. അതേസമയം നമ്മളുടെ നമുക്ക് ട്രോമാറ്റിക് ആയിട്ടുള്ള ഒന്നാണെന്നുണ്ടെങ്കിൽ ആ സാറിനെ നോക്കുമ്പോൾ ഇവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരുണ്ടോ എന്നും നമ്മൾ ചിന്തിച്ചെന്ന് വരും. സോ മേക്ക് ആൻ അസോസിയേഷൻ. ദെൻ മെമ്മറി, നമ്മളുടെ മെമ്മറിയിലേക്ക് പോകുന്നു. അത് ഒരു ട്രിഗർ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ഞാനിത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കുട്ടി ഇവിടെ ഒരു പടം ഞാൻ കൊടുത്തിട്ടുണ്ട്, കാണാമെന്ന് തോന്നുന്നു. ദാറ്റ് മീൻസ് ഇനീഷ്യൽ ഈവന്റ് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ദാറ്റ് ഇസ് കോൾഡ് ആൻ ഇമോഷണൽ ഇംപ്രിന്റ്. ഇമോഷണൽ ഇംപ്രിന്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷനിങ് എന്നാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം. അതായത് നമ്മൾ
എന്താണ് ശീലാവിധേയത്വം ഉള്ളവരായി മാറുന്നു, കണ്ടീഷൻഡ് ആയിട്ടുള്ള ഉണ്ടാകുന്നു. ഇനീഷ്യൽ ഈവന്റിൽ നിന്ന് നമ്മളത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇംപ്രിന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ആ ഇമോഷണൽ ഇംപ്രിന്റിൽ നിന്ന് നമ്മൾ ഒരു ഇമോഷണൽ കോഡിംഗ് ഉണ്ടാകുന്നു. ദാറ്റ് മീൻസ് അസോസിയേഷൻ വിത്ത് എ സ്റ്റിമുലൈ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇത് ഉണ്ടാകുന്നു. ഇപ്പൊ ചില ആളുകള് ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ചില ആളുകൾ ഞാനൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനൊക്കെ ചില വീടുകളിലൊക്കെ ഇങ്ങനെ മദ്യപിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴേക്കും, ഇരുട്ടാകുന്ന സമയമാകുമ്പോഴേക്കും അപ്പൻ വരുമെന്നുള്ളത് ഒരു എന്താണ്, അവർ ഇമോഷണൽ കോഡിങ് നടത്തിയിട്ടുണ്ട്. അതായത് അവർ കണ്ടീഷൻഡ് ആയി, അസോസിയേഷൻ, പുറത്തേക്ക് പോയി അയാൾ വരും, അപ്പം വരുന്നു, അപ്പോഴത്തേക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഒരു സ്റ്റിമുലൈ കിട്ടുകയാണ്. ഇമോഷണൽ എൻകോഡിങ് വഴി ഇതുണ്ടാകുന്നു. നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തോളൂ കേട്ടോ. ഞാൻ പറഞ്ഞ ഏതെങ്കിലും അപ്പം വരുന്നു, അല്ലെങ്കിൽ എനിക്ക് മുട്ടായി മേടിച്ചു കൊണ്ടുവന്ന് തരുന്നുള്ള ഒരു സ്റ്റിമുലൈ നമുക്കുണ്ടാകാം. ദെൻ ഈ ഇമോഷണൽ എൻകോഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് എ ന്യൂറൽ പാത്ത്. നമുക്കുണ്ടാകുന്ന എല്ലാ വിചാരങ്ങളെയും നമുക്ക് നമ്മളൊരു ഫീലിങ്സ് വന്നാൽ പോലും, അല്ലെങ്കിൽ ഒരു ചിന്ത വന്നാൽ, അല്ലെങ്കിൽ അതുവഴി ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ എല്ലാം ബ്രെയിൻ പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നത് നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നമ്മളുടെ ഈ വരുന്ന അതിനെ നമ്മൾ സ്വീകരിക്കാതിരിക്കുക, ഒരു ഒബ്സർവർ ആകുക എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഒരു ഒബ്സർവറിനെ പോലെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ബ്രെയിനിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ അത് സേവ് ചെയ്യപ്പെടുന്നില്ല. ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആ ഒരു തഴക്കത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നു. ന്യൂറൽ പാത്വേസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ദെൻ ഇത് തന്നെ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് വരുന്നു റെപ്പറ്റീഷൻ വഴി. അപ്പൊ ഒരു ട്രിഗർ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ആ ട്രിഗർ അങ്ങനെയുള്ള ഇത് നമ്മളുടെ അവസാനം ഒരു ട്രിഗർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് പൊട്ടൻഷ്യൽ ട്രിഗേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ളത് നമുക്ക് അറിയാവുന്നതാണ്. എല്ലാം വ്യത്യാസപ്പെട്ട് ഇരിക്കും ഓരോരുത്തരെ സംബന്ധിച്ച്. ഒന്ന് പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ട്രിഗറാണ്, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഓരോ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ എടുക്കുന്നു എന്നുള്ളതാണ്. അതിനെ ആശ്രയിച്ചിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരേ കാര്യം ഒരു 10 പേരോ 100 പേരോ കാണുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു വലിയൊരു സ്റ്റേഡിയത്തിൽ വലിയൊരു TV വെച്ചിട്ട് നമ്മൾ ഫുട്ബോൾ കളി കാണുകയാണെങ്കിൽ 100 പേര് അല്ലെ 1000 പേരുണ്ടെങ്കിലും അവരുടെ ഓരോരുത്തരും അത് യുണീക്ക് ആയിട്ടാണ് അവർ അതിനെ ചെയ്യുന്നത്. കുറെയൊക്കെ സിമിലാരിറ്റി വരും, പക്ഷെ എന്നാൽ തന്നെ അത് ഓരോരുത്തരും കാണുന്നത് വ്യത്യാസപ്പെട്ടാണ്. ഇതുപോലെയാണ് നമ്മുടെ ഓരോ അനുഭവങ്ങളെയും. അടുത്തത് പിന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒന്ന്, പിന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കൊണ്ടാണ് ഈ അനുഭവങ്ങളെ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ കാണുന്നത്. ഈ 5 പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ട്. ഞാൻ ഈ ഗ്രൂപ്പിൽ അത് ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ അത് ഷെയർ ചെയ്യാം. കുറച്ച് ഇൻഫർമേഷൻ ഏതെല്ലാം തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണെന്നുള്ളത് ഇപ്പോൾ ഞാൻ ഈ പറയുന്നതിന്റെ കുറച്ച് വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇതിനെ നമ്മൾ ജനറൽ ആയിട്ട് സൈക്കോളജിസ്റ്റ് ഓഷ്യൻ എന്നാണ് വിളിക്കുന്നത്. ഒന്നാമത്തെ എഗ്രിയബിൾനെസ്. അതായത് നമ്മൾ പലപ്പോഴും എന്താണ്, നമ്മളുടെ സഹവാസങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മളുടെ കൂട്ടുകെട്ടുകളിലെല്ലാം നമ്മൾ ഒരു പരിധി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വഴങ്ങുന്നവരാണ്, അല്ലെങ്കിൽ വഴങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് കുറെ കൂടി എഗ്രിയബിൾനെസ് ഉണ്ട്. അതായത് പറയുന്നത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ, യെസ് ഓക്കെ അതാണ്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിനകത്ത് റീസൺ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയോടുകൂടി മറ്റുള്ളവരോട് കുറെ കൂടി എഗ്രിയബിൾ ആയിട്ട് പോകുന്നുണ്ട്. ചിലരുണ്ട് എന്ത് കേട്ടാലും നോ 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 എന്നുള്ള ആ ഒരു ഇതോടെ ഉണ്ടാകും. ഇത് അവരുടെ ആ ഒരു ലെസ് ഈഗോ അവരിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് കുറെ കൂടിയൊക്കെ മനുഷ്യരുമായിട്ട് ഇങ്ങനെ സഹവർത്തത്തിൽ പോകുന്നതിനുള്ളതുണ്ട്. അടുത്തത് കോൺഷ്യന്റീഷ്യസ് എന്ന് പറയും, ബിസിനസ് എന്ന് പറയും. അതായത് നമ്മളുടെ ആ ഉത്തരവാദിത്വ ബോധം കൂടുതലുള്ളവരുണ്ട്. ഒരു ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അധ്യാപകൻ, എനിക്ക് ചെയ്യേണ്ട ജോലിയുണ്ട്, അത് എന്റെ ജോലിയാണ്, അല്ലെങ്കിൽ എല്ലാത്തിനും വിദ്യാർത്ഥികൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അത് അവരുടേതായിട്ടുള്ള ജോലികളുണ്ട്, അവർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതേക്കുറിച്ചുള്ള ഒരു ബോധമുള്ളവര്. ദെൻ എക്സ്ട്രാവേർഷൻ എന്ന് പറയും. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഔട്ട് ഗോയിങ് ആണ്, അതായത് സോഷ്യബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം, നോർമൽ ആയിട്ടുള്ള ഒരു ഭാഷയിൽ. അതായത് കൂടുതൽ അവര് മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് അടുക്കും, മറ്റുള്ളവരുമായിട്ട് സൗഹാർദ്ദപരമായിട്ട് പെരുമാറും. ചിലര് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന പോലെ എല്ലാവരും കാണും, ഹലോ ഹായ്, എവിടെയാണ്, എങ്ങനെയാണ്, വീട് എവിടെയാണ്, നാട് എവിടെയാണ്, എന്ത് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആ ചോദ്യങ്ങളൊക്കെയുള്ള
ഒരു എക്സ്ട്രോവർട്ട് ആയിട്ടുള്ളതുണ്ടാകും. മറ്റുള്ള ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറയുന്ന ഓപ്പൺനെസ് ആണ്. നമ്മൾ സത്യസന്ധമായിട്ട് സംസാരിക്കുന്നു, ഒളിച്ചുകളികളില്ല, മറ്റുള്ളവരെ പറ്റിക്കാനുള്ള ഇതൊന്നുമില്ല, കുറെ കൂടി ഓപ്പൺനെസ്. ദെൻ അടുത്തത് ന്യൂറോട്ടിസം ആണ്. അതായത് എല്ലാറ്റിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക, ഇതൊന്നും ശരിയാകാല്ല, ലോകം ശരിയാകുന്നില്ല എന്ന് പറയുക. ഇങ്ങനെ ന്യൂറോട്ടിക് ആയിട്ടുള്ള ആ ഒരു പെരുമാറ്റ രീതി വളരെ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണ്, നെഗറ്റീവ് ആണ്, ഇങ്ങനെയുള്ള ആ പേഴ്സണാലിറ്റി ടൈപ്പ്. ഇതിന്റെ കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ അയച്ചു തരാം ക്ലാസ് കഴിയുമ്പോൾ. അടുത്തത് പൊട്ടൻഷ്യൽ ട്രിഗേഴ്സ് ആണ്. ഒന്ന് കോപ്പിംഗ് മെക്കാനിസം. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ആ രീതിയിൽ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യരുമായിട്ടുള്ള ഇടപെടലുകളിൽ അവർക്കുണ്ടാകുന്ന ആ കോപ്പിംഗ്, അതായത് അവർക്ക് ഒത്തുചേർന്ന് പോകാനുള്ള അവരുടെ കഴിവ്, അത് വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് മറ്റൊരു ട്രിഗർ ആയിട്ട് വരുന്നത്. അത് സാധിക്കുന്നില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അവരെപ്പോഴും അവരുടെ ഈ ട്രിഗർ അറിയാതെ ട്രിഗറുകൾ അവരുടെ ബന്ധങ്ങളിൽ അവർ എപ്പോഴും എടുത്തു പ്രയോഗിക്കും, അവരറിയുന്നുമില്ല. ദെൻ അടുത്തത് മെന്റൽ ഹെൽത്ത് ആണ്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരാശരി മനുഷ്യന്റെ ആ മാനസിക ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കും. അതൊരു പൊട്ടൻഷ്യൽ ട്രിഗർ ആണ്. പ്രത്യേകിച്ച് PTSD എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആയിട്ടുള്ള അങ്ങനെയുള്ള ആളുകളാണെങ്കിലും ഇതുപോലെ പെട്ടെന്ന് ഡിപ്രസീവ് ആകും, അല്ലെങ്കിൽ എന്താണ് ഒരു 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 ഡിസോർഡർ ആയിട്ട് അങ്ങനെ പോകും. അപ്പം അതേ സംബന്ധിച്ച് അതുപോലെ തന്നെ നമ്മുടെ മാനസിക ആരോഗ്യം ഏകദേശം ഒരു ആവറേജ് ലെവലിൽ അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു. ജനറ്റിക്സ് ആയിട്ടുള്ളതുണ്ട്. സൈക്കോളജിസ്റ്റുകളുടെ ഈ പഠനം അനുസരിച്ച് 40 മുതൽ 60% വരെ നമ്മളുടെ ഈ എന്താണ് ട്രിഗേഴ്സ് അല്ലെങ്കിൽ ഇമോഷണൽ ട്രിഗേഴ്സ് നമ്മൾ ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് ആണ്. മനസ്സിലായോ? നമ്മുടെ അതായത് മാതാപിതാക്കളിൽ നിന്ന് ഇങ്ങനെ തലമുറകളായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ തനിയാവർത്തന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഏകദേശം അതിങ്ങനെ പോകുന്നത്. നിനക്കാണ് നിനക്കാണ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരും. അപ്പൊ ഡിപ്രഷൻ അല്ലെങ്കിൽ മറ്റതുപോലുള്ള ഈ ന്യൂറോട്ടിക് ഡിസോർഡറുകൾ 40 മുതൽ 60% വരെ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ. ദെൻ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. കുടുംബ പശ്ചാത്തലങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കുടുംബത്തോടൊപ്പം തന്നെ നമ്മൾ ജനിച്ച് വളരുന്ന ആ സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് പ്രത്യേകിച്ച് ഇപ്പം അമേരിക്കയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപ്പം കറമ്പന്മാർ മാത്രം താമസിക്കുന്ന സ്ഥലമുണ്ടാകും. അത് എല്ലാ രാജ്യത്തും തന്നെ ഉണ്ടാകും. അതായത് പ്രത്യേകിച്ച് കുടിയേറ്റക്കാരുടെ ഒരു സ്ഥലം ഉണ്ടാകും, ഗേറ്റോ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് വളരുന്നതെങ്കിൽ നമ്മളുടെ കൂട്ടുകാരാരൊക്കെയാണെന്നുള്ളതിനെ ആശ്രയിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബ പശ്ചാത്തലങ്ങൾ, ഇതെല്ലാം ആശ്രയിച്ച് നമ്മളുടെ ഈ ട്രിഗേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറ്റവാസനകൾ അതുപോലെയുള്ള എല്ലാം നമ്മളിൽ കൂടുതലെടുക്കും. ദെൻ കോമൺ സിംറ്റംസ് ആണ്. എന്തൊക്കെയാണ് നമ്മളുടെ ഈ കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത്? അതായത് ട്രിഗേഴ്സ് നമുക്ക് തന്നെ സ്വയം ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഫീലിംഗ് സ്കെയർഡ്, ആവശ്യമില്ലാത്ത ഭയം എപ്പോഴും ഉണ്ടാകുക. പാനിക്ഡ്, ഒരു കാരണവുമില്ലാതെ പാനിക് ആയിട്ട് ഇങ്ങനെ നടക്കും, കൂടി നടക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരു പാനിക് എന്ന് പറയുന്നതിന്റെ അതായത് റീസൺ ഇല്ല, ഭയത്തിന് റീസൺ ഇല്ല. ദെൻ ആങ്ഷ്യസ് ആയിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുക, സ്വന്തം വീട്ടിൽ പോലും ഭയം അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വ കുറവ്, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഒരു കോമൺ സിംറ്റംസ് ആണ്. ഇത് കൂടുതലായിട്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ദെൻ എലവേറ്റഡ് ഹാർട്ട് ബീറ്റ്, ചിലരെ സംബന്ധിച്ച് അത് ഒരു അകാരണമായിട്ടുള്ള ഹാർട്ട് ബീറ്റുകൾ ഉണ്ടാകുക, സ്വെറ്റിംഗ് ഉണ്ടാകുക, ഒരു കാരണവുമില്ല. ഞാൻ അറിയുന്ന ഒരു സുഹൃത്തുണ്ട്, സാബു സാറിന്റെ നാട്ടുകാരനാണ്, കോട്ടയംകാരനാണ്. അദ്ദേഹത്തിന് കൈ വെറുതെ ഇരിക്കുമ്പോൾ, ഈവൻ ഞങ്ങളുടെ ഈ ഇവിടെ വിന്ററിൽ പോലും നല്ല തണുപ്പുണ്ട്, ഒരു ചൂടൊക്കെ ആക്കി കഴിഞ്ഞാൽ 20 മുതൽ 22 ഡിഗ്രി വരെയാണ് നമ്മുടെ ലിവിംഗ് റൂമിലെ ചൂട്. ആ സമയത്ത് അത്രയും ഉള്ളപ്പോൾ AC റൂം പോലെ ഇരിക്കുന്ന ആ സമയത്ത് പോലും കൈകൾ രണ്ടും വേർക്കുന്ന ഒരു സ്വഭാവം. ഒരു കാരണമില്ല കേട്ടോ, അദ്ദേഹത്തിന് ഈ പറയുന്ന പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, ഈസ് വെരി നോർമൽ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിവേ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ സ്വെറ്റിംഗ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നു, ഇതൊക്കെ ഇതാണ് ഹാർട്ട് ബീറ്റിംഗ് ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളത്. ഫീലിംഗ് ലൈക്ക് യു ഹാവ് നോ കൺട്രോൾ ഓവർ, അത് ചിലപ്പോൾ ഉണ്ടാകും. അയ്യോ, എനിക്ക് എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീടുകളിലാണെങ്കിൽ ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ ഭർത്താവ് പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ അത് തന്നെ ഒരു ഭയമായിട്ട് വരുന്നു. ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുക, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ബോസ് എന്തെങ്കിലും പറയുന്ന സമയത്ത് ഇനി അയാളെ കസേര എടുത്ത് അടിക്കുവോ, അല്ലെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ ചീത്ത വിളിക്കുവോ എന്നൊക്കെയുള്ള ആ ഭയങ്ങളിലേക്ക് പോകുന്ന ആ ഒരു ഭയം ഉണ്ടാകുന്നു. ദെൻ എയർജ് ടു റൺ അവേ,
എവിടെയാണെങ്കിലും ഓടിപ്പോകാനുള്ള ഒരു ശ്രമം. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പോയി പെട്ടെന്ന് പാർട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോകാനുള്ള ഒരു ശ്രമം, എസ്കേപ്പ്. ഒരു സാഹചര്യത്തിലും ഒരു ഫിറ്റ് ആകിയല്ല. ഇങ്ങനെ വർത്താനം പറഞ്ഞ് സന്തോഷമായിട്ട് വളരെ കളിച്ച് ചിരിച്ചിരിക്കാനുള്ള ആ ഒരു മൂഡില്ല. എപ്പോഴും വേറെ എന്തൊക്കെയോ ചിന്തകളിൽ ഇങ്ങനെ അവർ പോവുകയാണ്. ഓർ അതർ അവോയ്ഡന്റ് ബിഹേവിയർ. പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടിക്കല്ല, ഏതെങ്കിലും തരത്തിൽ കല്യാണത്തിന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇത് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കും, പോകുന്നില്ല എന്ന് വെക്കാനുള്ള ഇത്. അതുപോലെ തന്നെ ഒന്ന് അസോസിയേറ്റ് ചെയ്ത്, അതെങ്കിൽ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ അതല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ പോലും പോകുകയല്ല, അവിടുന്ന് ഒളിച്ചോടി പോകാൻ നോക്കുന്നു. റൂമിനേഷൻ ഓർ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ്. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരും, അകാരണമായിട്ട് ഒരിതുമില്ലാതെ ഓവർ തിങ്കിങ്, ചാറ്ററിങ് അതുണ്ടാകുന്നു. നെഗറ്റീവ്, എസ്പെഷ്യലി ഇതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ്. ഓട്ടോമാറ്റിക് തോട്ട്സ് ഉണ്ടാകും. ആൻസൈറ്റി ഓർ പാനിക് അറ്റാക്സ് ഉണ്ടാകുന്നു. ഇതൊരു കോമൺ സിംറ്റം ആണ്. ഇൻഎക്സ്പ്ലിക്കബിൾ ഓർ അൺപ്രഡിക്റ്റബിൾ ചേഞ്ചസ് ഇൻ മൂഡ്. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് കരയുന്നു, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു, വീണ്ടും ചിരിക്കുന്നു, വീണ്ടും ഇതാകുന്നു. ഇങ്ങനെ ആ മൂഡിന്റെ ആ സ്വിങ്ങിങ് അത് വളരെ ഫ്രീക്വന്റ് ആകുന്നു. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയല്ല. ഇപ്പൊ ഒരു തമാശ പറഞ്ഞാൽ അത് എന്താണെന്നുള്ളത് ചിലപ്പോൾ ചിലർ എടുക്കുകയല്ല, പെട്ടെന്ന് അത് മൂഡ് ഓഫ് ആകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകും. ദെൻ ഫിസിക്കൽ സിംറ്റംസ്. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അതിന്റെ ഒരു ഇതാണ് ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, സ്വെറ്റിംഗ്, ടെൻസ് ഓഫ് മസിൽസ് ആൻഡ് ഷാലോ ബ്രീത്തിങ്. ചിലപ്പം അവർക്ക് ശ്വാസോച്ഛ്വാസം തന്നെ കിട്ടാതെ പോകുന്നു. ദെൻ ഇമോഷണൽ റിയാക്ഷൻസ്, ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള ആ രീതിയിൽ പെട്ടെന്നുള്ള ഇമോഷണൽ റിയാക്ഷൻസ് അവരിൽ ഉണ്ടാകുന്നു. ലൈക്ക് ആങ്കർ, സാഡ്നെസ്, ഫ്രസ്ട്രേഷൻ, ആൻസൈറ്റി ഓർ ഷെയിം. ഇത് ഫ്രീക്വന്റ് ആയിട്ടുണ്ടാകുന്നു. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടല്ല, ചിന്തകളിലൂടെ നമുക്കുണ്ടാകും ആങ്കർ ആയിട്ടുള്ള ഇത്, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ. വെറുതെ ഇരിക്കുമ്പോഴും, അല്ലെ വെറുതെ ഒരാളൊന്ന് പറഞ്ഞാൽ മതി, നീ അത് ചെയ്ത് ശരിയായില്ല. അപ്പൊ ഭാര്യ പറയാണ്, അതെന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതി. ചില ആളുകൾ അവരെ ഭാര്യയ്ക്ക് ഉണ്ടാകാൻ കേട്ടോ, ഭർത്താവ് പറഞ്ഞാലും മതി, അല്ലെ മക്കൾ പറഞ്ഞാലും മതി, പെട്ടെന്ന് അവർ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, അല്ലെ സാഡ് ആകുന്നു, ആൻഷ്യസ് ആകുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള ആ ഷെയിം ഉണ്ടാകുന്നു. ഓക്കെ, ഫൈനലി വി കം ടു എ മൈൻഡ്ഫുൾ സ്ട്രാറ്റജീസ്. എന്താണ് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ടെങ്കിൽ നമ്മൾ ഓവർ എക്സൈറ്റഡ് ആണ്, ഒത്തിരി ഇമോഷണൽ ആണ്, ഇങ്ങനെയുള്ള ആ സാഹചര്യം വരുമ്പോഴേക്കും, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് തന്നെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ അറിയാത്ത കോർണറുകളിൽ, നുക്ക് കോർണേഴ്സിൽ നമ്മൾ പൊടി പിടിച്ച് കിടക്കുന്ന നമ്മുടെ ആ ഇമോഷൻസ്, അല്ലെങ്കിൽ നമ്മളുടെ ആ പെരുമാറ്റ രീതികൾ മറ്റാരും കാണുന്നില്ല, നമ്മളും കാണുന്നില്ല, പക്ഷേ ഇതിങ്ങനെ നമ്മുടെ മനസ്സിലൂടെ പോകുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഒരു ജീവന കലയെന്ന് വേണമെങ്കിൽ പറയാം. എന്ത്? നമ്മളുടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ അറിയുകയാണ്. റെക്കഗ്നൈസിങ് യുവർ ട്രിഗേഴ്സ്, സിറ്റുവേഷൻസ്, പീപ്പിൾ ഓർ വേർഡ്സ് ട്രിഗർ യു. അതായത് ഇങ്ങനെയുള്ളതെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് അവെയർ ആകുക എന്നുള്ളതാണ്. നമ്മൾ അവെയർ ആകുന്നില്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നമ്മൾ ജീവിച്ചു മരിക്കും. ഇതാണ് ബഹുഭൂരിപക്ഷം ലോകത്തുള്ള മനുഷ്യരും ചെയ്യുന്നത്. ദെൻ ഐഡന്റിഫൈ ദ റൂട്ട്. എന്താണ് എന്നെ അലസോരപ്പെടുന്ന, അല്ലെങ്കിൽ എന്നെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ അവെയർ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെ? അങ്ങനെയാണല്ലോ. നമുക്കിപ്പം ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് നമ്മൾ അറിയുന്ന പനിയുണ്ടെന്ന്. അപ്പൊ അത് നമ്മളെ ഒരു ടെമ്പറേച്ചർ പനിയെ ഇതാണ്, അല്ലെങ്കിൽ നമുക്ക് വയറ്റിൽ വേദന ഉണ്ടാകുന്നു, അപ്പൊ അതൊരു അസുഖം എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ റൂട്ട് കോസ്. എന്താണ് നമ്മളുടെ ഇമോഷണൽ ട്രിഗേഴ്സിന്റെ റൂട്ട് കോസ് എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും കണ്ടുപിടിക്കാം. ദെൻ കീപ്പ് എ ജേണൽ. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം എത്ര പ്രാവശ്യം നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, ഏതാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യേണ്ടത്. ഇപ്പൊ നെഗറ്റീവ് തിങ്കിങ് ആണോ, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആണോ, അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ആണോ, ഇങ്ങനെ ഏതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കീപ്പ് എ ജേണൽ, മൈൻഡ്ഫുൾ ജേർണലിംഗ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ദിവസം എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ ഒരു തോട്ടിൽ നമ്മൾ ഇങ്ങനെ വന്നു, അതുപോലെ തന്നെ നമ്മൾ എത്ര പ്രാവശ്യം അറിയാതെ അതിൽ പോയി വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കൂടുതലായിട്ട് ആ തോട്ടിലൂടെ നമ്മൾ എന്തുമാത്രം സമയം നമ്മൾ പോയി, അതുപോലെ തന്നെ നമ്മളുടെ ഇമോഷൻസ് എന്തുമാത്രം ക്രിയേറ്റ് ചെയ്തു, നമ്മളുടെ ശാരീരികമായിട്ട് അതിനനുസരിച്ചുള്ള ഏതെങ്കിലും തരത്തിൽ വിയർക്കുകയോ, അല്ലെങ്കിൽ നമുക്ക് വയറ്റിൽ വേദന തോന്നുകയോ, അല്ലെങ്കിൽ തലവേദന തോന്നുകയോ, എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടി, ഇങ്ങനെയുള്ള ആ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതും അവയർനെസ് ഓഫ് വാട്ട്. അതായത് ഏത് സർക്കംസ്റ്റൻസസിലാണ് നമുക്ക് ഇത് ഉണ്ടാകുന്നത്. നമ്മൾ
ഒരു അപകടമാണ് ഉണ്ടായതെങ്കിൽ ആ ഒരു അപകടം ഉണ്ടായ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വന്നാൽ ചിലപ്പോൾ അത് നമുക്ക് ആ പഴയ അപകടത്തെ പറ്റി ഉണ്ടാകും. ഒരുപക്ഷെ ആരുടെയെങ്കിലും മരണത്തിന് കാരണമായെങ്കിൽ അതുണ്ടാകും. അല്ലെങ്കിൽ സർക്കംസ്റ്റൻസസിനെ കുറിച്ച് ഓർത്താൽ മതി. അങ്ങനെയുള്ള അതാണ്. ചിലപ്പോൾ അത് ഓർമ്മയിലൂടെ നമ്മൾ പോകുന്നുണ്ടാകും. അപ്പം ഇവിടെ ഏതെങ്കിലും നമ്മൾ നമ്മളുടെ ഗ്രീഫ്, ഒരു അതീവ ദുഃഖം ഉണ്ടാകുന്നതാകാം. അല്ലെങ്കിൽ ഏത് സർക്കംസ്റ്റൻസിലാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ആണ്? നമ്മളുടെ ഈ വികാരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്നതിന് വ്യക്തികളാണോ, സാഹചര്യങ്ങളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏത് തരത്തിലാണ് ഇതെല്ലാം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തികളുണ്ടെങ്കിൽ അവരെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ വാട്ട് ഫീലിങ്സ് ആർ അബൌട്ട്, ഏതെല്ലാം തരത്തിലുള്ള ഫീലിങ്സ് ആണോ, ഇമോഷൻസ് ആണോ, അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ചിന്തകളാണോ വികാരങ്ങളാണോ ഉണ്ടാകുന്നതുള്ളതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അടുത്തത് നമ്മളുടെ മൈൻഡ്ഫുൾ സ്ട്രാറ്റജി, നെയിം ദി ഇമോഷൻ ആൻഡ് റീഫ്രെയിം ദ തോട്ട്. നമ്മൾ അതിനെ നമ്മുടെ അകാരണമായ ഭയം, ഫ്രസ്ട്രേഷൻ, ഷെയിം, അല്ലെങ്കിൽ പാനിക് ആയിട്ടുള്ള ബിഹേവിയർ, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വേറൊരു ആംഗിളിൽ നിന്ന് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കുക. അതല്ലേ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ കൗൺസിലേഴ്സിന്റെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോഴും അവരെന്താണ് ചെയ്യുന്നത്? നമ്മൾ നമ്മളുടേതായിട്ടുള്ള വിഷമങ്ങൾ പറയുമ്പോൾ അവർ വേറൊരു ആംഗിളിൽ നിന്ന് നമ്മളെ ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ തന്നെ നമുക്ക് ഒരു ആംഗിളിൽ നിന്ന് നമുക്ക് നോക്കാൻ പറ്റും. സോ ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഒരാൾ പറഞ്ഞു സാഡായി അല്ലെങ്കിൽ ഷെയിമായി, കുറ്റബോധം ഇങ്ങനെയൊക്കെ ഉള്ളത് വന്നു കഴിയുമ്പോഴത്തേക്കും, ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, റീഫ്രെയിം ഐ ആം ലേണിംഗ് ആൻഡ് ഗ്രോയിങ്, എനിക്കിത് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് മാത്രം ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ വളരെ അടിച്ചു താഴ്ത്തി പറയും. ജോലി സ്ഥലങ്ങളിൽ മറ്റതുപോലെയുള്ള നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകും. യു ആർ യൂസ്ലെസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും. അത് അവരുടെ അഭിപ്രായമാണ്. ചിലപ്പോൾ അവർ മനഃപൂർവ്വം നമ്മളെ അടിച്ചു താഴ്ത്താൻ വേണ്ടി പറയുന്നതാണ്. നമ്മളുടെ ആ ഗ്രോത്തിനെ, നമ്മളുടെ ആ വളർച്ചയെ മുരടിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അങ്ങനെയുള്ള സമയത്തും വി ക്യാൻ സേ, ഫോർ എക്സാമ്പിൾ, ഐ ആം ഗ്രോയിങ് ഓൺ ലേണിംഗ്, അല്ലെങ്കിൽ അത് അവരുടെ അഭിപ്രായമാണ്. ഒബ്ജക്റ്റീവായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുക. പ്രാക്ടീസ് മോർ സെൽഫ് കമ്പാഷൻ. അതായത് ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും ഷെയിമിലേക്ക് പോകുന്നു, കുറ്റബോധത്തിലേക്ക് പോകുന്നു, സെൽഫായിട്ടുള്ള വെറുപ്പിലേക്ക് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെയുള്ള സമയത്ത് കൂടുതൽ അക്സെപ്റ്റൻസും സെൽഫ് കമ്പാഷനും ചെയ്യുക. നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. ഇത് പലപ്പോഴും നമ്മൾ പറയും, നമ്മളുടെ സ്വാർത്ഥതയെ, നമ്മളുടെ ഈഗോ നമ്മളെ എന്തുമാത്രം പിടിച്ച് നമ്മളിലേക്ക് വലിക്കുന്നു എന്നുള്ളതല്ല. അതല്ല നമ്മളുടെ സ്നേഹം എന്ന് പറയുന്നത്. സെൽഫ് ലവ്. പലപ്പോഴും ചില കൾച്ചറിൽ, ചില വീടുകളിൽ അല്ലെങ്കിൽ സംസ്കാരങ്ങളിൽ പോലും സെൽഫ് ലവ് എന്ന് പറയുന്നത് ഡിനൈ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാലത്താണ്. അതാണ് നമ്മൾ കരുതുന്നത്. അതായത് നിന്നെ തന്നെ സ്നേഹിക്കരുത് എന്നുള്ളത്. അതും വലിയൊരു തെറ്റാണ്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് കൂടുതൽ സെൽഫ് കമ്പാഷൻ ചെയ്യുക. നമ്മളുടെ മൈൻഡിൽ തന്നെ നമ്മൾ സംസാരിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് വരുന്നത്, എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ള അതിന്റെ ഒരു ന്യായീകരണങ്ങളോ അല്ലെങ്കിൽ ഒരു റീസണോ ജസ്റ്റിഫിക്കേഷനോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല. യു ആസ്ക് യുവർ സെൽഫ് വൈ ഇറ്റ് ഈസ് റിപ്പീറ്റഡ്ലി ഹാപ്പനിങ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബൗണ്ടറീസ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതുപോലെയുള്ള ഇപ്പം ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ, ഫാമിലിയിലാണെങ്കിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഹെൽത്തി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. യൂസ് ഐ സ്റ്റേറ്റ്മെന്റ്സ്, ഐ നീഡ് ഓർ ഐ ഫീൽ ലൈക്ക് ദീസ്. ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് NPD, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മളുടേതായ ആ സ്ഥാനം ഐ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതൊരു നമ്മൾ പൊട്ടിത്തെറിക്കുകയല്ല ചെയ്യുന്നത്. അതുപോലെ സെലക്ട് ക്ലിയർ ബൗണ്ടറീസ് ടു പ്രൊട്ടക്ട് ഇമോഷണൽ വെൽബീയിങ്. നമ്മളുടെ ആ വൈകാരികമായ സുസ്ഥിതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബൗണ്ടറികൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക. അതേക്കുറിച്ച് ഐഡന്റിഫൈ ചെയ്യുക. എപ്പോഴും ഒരു വിക്ടിം മോഡിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. ദെൻ അടുത്തത്, ഡെവലപ്പ് ഇമോഷണൽ റെസീലിയൻസ്. കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള റെസീലിയൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് നമ്മൾ വായിക്കുക, പഠിക്കുക, മൈൻഡ്ഫുൾനെസ് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം രാവിലെയും വൈകിട്ടും എന്നുള്ളത് മാറ്റി മൈൻഡ്ഫുൾ ഈറ്റിംഗ്, മൈൻഡ്ഫുൾ വാക്കിംഗ്, ഇങ്ങനെ നമുക്ക് എല്ലാ വിധത്തിലും മൈൻഡ്ഫുൾനെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. സ്ട്രെങ്തൻ യുവർ എബിലിറ്റി ടു റെസ്പോണ്ട്. നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പഠിക്കുക, നോട്ട് റിയാക്ട്. പറ്റുന്നിടത്തോളം ഇമ്പൾസീവായിട്ട് നമ്മൾ ചെയ്യാതെ, നമ്മളുടെ ഭയത്തിന്റെ പേരിൽ നമ്മളുടെ അമിഗ്ഡാലയെ കൂടുതൽ ആശ്രയിക്കാതെ നമ്മളുടെ ഫ്രീ ഫ്രണ്ടൽ കോർട്ടക്സിനെ നമ്മൾ ആശ്രയിക്കാൻ വേണ്ടി നോക്കുക.
ദെൻ സ്പെൻഡ് മോർ ടൈം വിത്ത് ദി നേച്ചർ. നേച്ചറിലേക്ക് പോകുക. ഇത് ന്യൂറോളജിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ന്യൂറോളജിസ്റ്റുകളൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങളിൽ അവർ പറയുന്നത് സ്പെൻഡ് ടൈം വിത്ത് യു നേച്ചർ. നേച്ചറിനെ നോക്കുക, കാണുക, അവിടെ പോവുക. നിങ്ങൾ വനത്തിൽ പോയി നടക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ നാട്ടിലേക്ക് സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വരാന്തയിൽ തിണ്ണയിലൊക്കെ ഇരിക്കാനുള്ള അവസരമെങ്കിലും ഉണ്ട്. ഞങ്ങൾക്കതില്ല, ഇവിടെ ഇല്ല. കാരണം ഈ എക്സ്ട്രീം തണുപ്പ് ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ എല്ലാ ചൂടുള്ള വസ്ത്രങ്ങളൊക്കെ ഇടണം. സോ സ്പെൻഡ് സം ടൈം നേച്ചർ. നിങ്ങൾക്കൊക്കെ വീടുകൾ ഉണ്ടാകും, തോട്ടങ്ങൾ ഉണ്ടാകും. അവിടെയൊക്കെ കേൾക്കുക, കാണുക, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. ബിൽഡ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ. ഇപ്പൊ ഇക്കാലത്ത് ഉണ്ടാകുന്ന ഈ സോഷ്യൽ നെറ്റ്വർക്സിൽ ഉണ്ടാകുന്ന നെഗറ്റിവിറ്റി അല്ല സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടത്. പോസിറ്റീവ് ആയിട്ടുള്ള നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ല അത് കാരണം അത് ആ പോസിറ്റിവിറ്റി ഓൾസോ വിൽ എന്താണ് അതിനൊരു റിപ്പിൾ എഫക്റ്റ് ഉണ്ട്. അത് നമ്മളിലേക്ക് വരാൻ വേണ്ടി നോക്കുക. ദെൻ അടുത്തത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓരോ നിമിഷവും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുക. ജീവിതത്തിൽ വ്യക്തികളോട് നിന്നല്ല, എല്ലാറ്റിനോടും എപ്പോഴും നന്ദിയുള്ളവരാകാൻ വേണ്ടി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. സോ ഇനി ഇതിന് ഒരു 2-3 ആഴ്ച ഉണ്ടാകും. എൻ്റെ പുസ്തകം മാർച്ച് 8-ാം തീയതി ആന്തരിക മൗനം നമ്മുടെ അസ്തിത്വ സാരാംശം എന്നുള്ള ഒരു പുസ്തകം ഈ മാർച്ച് 8-ാം തീയതി ഞാൻ വിയന്നയിൽ വെച്ച് ഞാൻ റിലീസ് ചെയ്തു. ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാണ്. ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ ഋതുമന്ത്രണങ്ങൾ, വിസ്മയങ്ങൾ വിടരുന്ന വിശ്വം എന്ന് പറഞ്ഞ് നേച്ചറിലുള്ള കുറെ വിസ്മയങ്ങളെ കുറിച്ച് എനിക്ക് തോന്നിയത് മൈൻഡ്ഫുൾനെസ്സിന്റെ വെളിച്ചത്തിൽ ഞാൻ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ വില 450 ആയിരുന്നു. നമ്മുടെ റോയ് സാറിൻ്റെ കയ്യിലൊക്കെ ഉണ്ട്. അതുപോലെ ഈ പുസ്തകത്തിന്റെ വില 250 ആണ്. രണ്ടും കൂടെ കൂടി 700 രൂപയാണ്. ഇപ്പോൾ 450 രൂപയ്ക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ഈ കാണുന്ന നമ്പറിൽ ഇത് ഗൂഗിൾ പേ ആൻഡ് വാട്സപ്പ് ആണ്. നിങ്ങൾ മെസ്സേജ് വിട്ടാൽ നിങ്ങൾക്ക് പുസ്തകം കിട്ടും. ചിലർക്കൊക്കെ അയച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് കഴിഞ്ഞ മാർച്ച് ആരംഭത്തിലാണ് പ്രിന്റ് ചെയ്തത്. മാർച്ച് 8-ാം തീയതി ഇവിടെ റിലീസ് ചെയ്തു. നാട്ടിൽ അത് റിലീസ് ചെയ്തിട്ടില്ല, പക്ഷേ ആളുകൾക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ആൻഡ് നമുക്ക് എന്തോ നമ്പർ ഇതിലില്ലല്ലോ. കാണത്തില്ല ഇതോ? ഇല്ല. 9433356815 കാണത്തില്ലേ? നസീമ, ഞാൻ തന്നോളാം, കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, കാണത്തില്ല ഇത്. കാണാമല്ലോ, കാണുന്നുണ്ട്. ഞാൻ തന്നോളാം പ്ലീസ്. ഞാൻ തന്നോളാം, നമ്പർ ഞാൻ തന്നോളാം. ഓക്കെ, ഞാൻ ഇനി ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ വേണ്ടി അല്പം കൂടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം, പ്ലീസ്. ഓക്കെ, എന്തെങ്കിലും ഈ പറഞ്ഞ ഇമോഷണൽ ട്രിഗറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മനോഹരമായ മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു പഠനമായിരുന്നു നമ്മൾ നടത്തിയത്. അപ്പൊ തുടർന്ന് അതുമായിട്ട് എന്തെങ്കിലും സംശയമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മീനാക്ഷി മാം? ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ലാസ്റ്റ് വീക്കിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ അതിന്റെ ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടായിരുന്നല്ലോ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്, അല്ലെ? ഓൾമോസ്റ്റ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും നമ്മൾ നോക്കുമ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ കോമൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോ പ്രത്യേകിച്ച് അതിൽ സംശയങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ വിഷയം ഇതിനുമായിട്ട് ഇമോഷണൽ ആണ്. പക്ഷേ ഞാൻ ഇമോഷണൽ ട്രാപ്സ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഡിഫറെന്റ് ട്രാപ്സിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. പിന്നെ ഈ ആ പാറ്റേൺ നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോൾ ഓഫ് മൈൻഡ്ഫുൾനെസ്സും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതിൽ കഴിഞ്ഞ ആഴ്ചത്തേലും ഉണ്ടായിരുന്നു. എനിവേ, ഇതും അതിൽ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷന് പോയിട്ട് ശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ, പെട്ടെന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, എന്തെങ്കിലും സംശയങ്ങൾ. ഓക്കെ സാർ, അങ്ങനെ മെഡിറ്റേഷൻ പോകാം. ഓക്കെ.
കേൾക്കാമോ സാറേ? കേൾക്കാം കേൾക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ. വൈകാരിക പ്രേരകങ്ങളെ തിരിച്ചറിയാനും മറികടക്കാനും സഹായിക്കുന്ന ഒരു മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വസ്ഥമായ ഒരു സ്ഥലത്ത് സുഖപ്രദമായ രീതിയിൽ ഇരിക്കുക. നിങ്ങൾക്ക് കസേരയിലോ നിലത്തോ ഇരിക്കാം. ധ്യാനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് അതിനാവശ്യമായ ഒരുക്കങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ശരീരത്തിലെ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈകാലുകളോ അതിൻ്റെ സ്ഥാനമോ നിങ്ങൾക്ക് സുഖകരമായി തോന്നുന്നില്ലെങ്കിൽ അതിനെല്ലാം മാറ്റി വളരെ ശാന്തമായി സുഖകരമായി ഇരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ചെയ്യുക. സാധിക്കുമെങ്കിൽ അടുത്ത 20 മിനിറ്റ് നമ്മളുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ ഇല്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ കണ്ണട ധരിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിവെക്കുക. ധ്യാനത്തിന് പൂർണ്ണമായും തയ്യാറായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ സൗമ്യമായി അടയ്ക്കാം. ധ്യാനം ആരംഭിക്കുകയാണ്. ആഴത്തിലുള്ള ശ്വാസം 3 പ്രാവശ്യം എടുക്കുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. അതുപോലെ സാവധാനം നിശ്വസിക്കുക. ശ്വാസം നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം തരത്തിൽ അത് ആഴത്തിലുള്ളതായിരിക്കട്ടെ. ധ്യാനത്തിനായി ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ഇന്റൻഷൻ സജ്ജമാക്കുക.
ഉദാഹരണത്തിന് എൻ്റെ വൈകാരിക പ്രേരണകൾ മനസ്സിലാക്കാനും എന്നോട് തന്നെ അനുകമ്പ വളർത്തിയെടുക്കുവാനും ഞാൻ ഇവിടെ ഇപ്പോൾ സന്നിഹിതനാണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇന്റൻഷൻ നിങ്ങൾക്കിപ്പോൾ സജ്ജമാക്കാം. നിങ്ങളുടെ വൈകാരികവും മാനസികവുമായിട്ടുള്ള ചിന്തകളെ അറിയുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ശാരീരികവും വൈകാരികവും മാനസികവുമായ സ്വസ്ഥിതി വളർത്തുന്നതിനും നമ്മളുടെ ശ്വാസോച്ഛ്വാസം വളരെയേറെ സഹായിക്കുന്നതാണ്. നമ്മൾ ഇത്രയും കാലം ശീലിച്ചു വന്ന അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ധ്യാന സമയത്ത് 4 അല്ലെങ്കിൽ 5 സെക്കൻഡ് നിങ്ങൾ ശ്വാസം എടുക്കാൻ വേണ്ടി സമയമെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തുമാത്രം ദൈർഘ്യമുള്ള ശ്വാസമാണ് എടുത്തത് അത്രയും തന്നെ നിങ്ങൾ സമയമെടുത്ത് നിശ്വസിക്കുക. അങ്ങനെ ശ്വാസോച്ഛ്വാസത്തിൽ അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ധ്യാനം തുടരാം. ഈ ധ്യാന സമയം മുഴുവനും നിങ്ങൾ അല്പം ആഴത്തിലുള്ള 4 അല്ലെങ്കിൽ 5 സെക്കൻഡുള്ള ആ ശ്വാസോച്ഛ്വാസം പരിശീലിക്കുക. ശ്വാസോച്ഛ്വാസത്തിൽ നിലയുറപ്പിക്കുക. ശാന്തമായി ശ്വസിക്കുക, ശാന്തമായി നിശ്വസിക്കുക. ായി നമ്മൾ എന്തുമാത്രം പരിശ്രമിച്ചാലും നമ്മുടെ മനസ്സിലൂടെ പലതരത്തിലുള്ള വിചാരങ്ങൾ കടന്നു പോകും. ഇവയാണ് നമ്മുടെ വൈകാരിക ഉത്തേജനങ്ങൾ. ഇവയെ കുറിച്ചുള്ള അവബോധം അറിയുക എന്നതാണ് ധ്യാന സമയത്തും നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിലൂടെ വൈകാരികമായ ഏതെങ്കിലും ഉത്തേജനങ്ങൾ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള വൈകാരിക ഉത്തേജനങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കരുത്. എന്തെങ്കിലും വിചാരങ്ങൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ചതോ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടതോ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അവയെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അത് കോപമായിരിക്കാം,
അല്ലെങ്കിൽ നിരാശ, സങ്കടം, ഉത്കണ്ഠ എന്നിവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. ഇതിനോട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ കുട്ടിയോ, പങ്കാളിയോ, സഹപ്രവർത്തകനോ പറഞ്ഞതോ ചെയ്തതോ ആയ ഒന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അവയെക്കുറിച്ചുള്ള ആ അവബോധം മാത്രം നിലനിർത്തുക. നിങ്ങളൊരു സാക്ഷി മനോഭാവത്തോടെ നിങ്ങളുടെ മനസ്സിലെ എല്ലാ സംവേദനങ്ങളെയും നോക്കിക്കാണുക. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഏതെങ്കിലും വിചാരങ്ങളുടെ ഫലമായി എന്തെങ്കിലും ശാരീരിക സംവേദനങ്ങൾ നമ്മളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. എന്തെങ്കിലും അസ്വസ്ഥതകൾ അല്ലെങ്കിൽ സംവേദനങ്ങൾ മനസ്സിലുണ്ടാകുന്നെങ്കിൽ അവയെയും നമ്മുടെ നിരീക്ഷണത്തിന് വിധേയമാക്കുക. ഒരു മുൻവിധിയും ഈ സംവേദനങ്ങളെ നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകരുത്. ശരിയും തെറ്റും നമുക്ക് നിർണയിക്കാനോ വിധി എഴുതുവാനോ ഉള്ള സമയമല്ലിത്. വെറുമൊരു അവബോധം മാത്രം. വളരെ ശക്തമാണ് നിങ്ങളുടെ മനസ്സിലെ വിചാരങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കാം. അതുപോലെ തന്നെ അങ്ങനെ ആഴത്തിൽ ശ്വസിക്കാം. അതല്ലെങ്കിൽ ഈ ധ്യാനത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ 4-5 സെക്കൻഡുള്ള ആ ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലേക്ക് നിങ്ങൾക്ക് ശാന്തമായി മടങ്ങി വരാം. നിങ്ങളോട് തന്നെയുള്ള അനുകമ്പ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം. നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ ഏറ്റുപറയുക. അനുകമ്പയോടുകൂടി നിങ്ങളെ തന്നെ ആശ്ലേഷിക്കുക. ശാന്തമായി നമ്മളുടെ ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങിപ്പോകാം. സമാധാനം ശ്വസിക്കാം. അസ്വസ്ഥത നമുക്ക് നിശ്വസിക്കാം.
നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് നിങ്ങൾക്ക് ശല്യമെന്ന് തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അവയെക്കുറിച്ചും അവബോധമുള്ളവരാകുക. അതിനെയും തിരസ്കരിക്കരുത്. അവയുടെ സാന്നിധ്യം അംഗീകരിക്കുക. മുൻവിധികളില്ലാതെ അംഗീകരിച്ച് ശാന്തമായി ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവയെയും അംഗീകരിക്കുക. അവയെക്കുറിച്ച് അവബോധമുള്ളവരാവുക. ഓരോ ശ്വാസത്തിലും സമാധാനം കണ്ടെത്തുക. ഓരോ ശ്വാസത്തിലും ശാന്തി നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. അവസാനമായി നിങ്ങളുടെ ശാരീരിക അവബോധത്തിലേക്ക് മടങ്ങി വരിക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കുക. നിങ്ങൾ ഇരിക്കുന്ന ആ മുറിയെക്കുറിച്ചും ആ പരിസരത്തെക്കുറിച്ചുമുള്ള അവബോധം വീണ്ടെടുക്കുക. സൗമ്യമായി നിങ്ങളുടെ കൈയിലെയും കാലിലെയും വിരലുകൾ സാവധാനം ചലിപ്പിക്കുക. ധ്യാനം അവസാനിച്ചു. Good evening. ഗുഡ് ഈവനിങ് സർ. ഓക്കെ, റോയ് സാർ തുടങ്ങാവോ? റോയ് സാറോ ഷീലമാം ആയിക്കോട്ടെ. ഷീലമാം. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് ഈവനിങ്. Good evening. സാറേ ഇതിലേ സാറേ പിന്നെ ഒരു ജനറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞല്ലോ സാറ്. Yes. 40 to 60%. അത് പിന്നെ കോപ്പിംഗ് മെക്കാനിസം
അതിലാണ് വരുന്നത്. മെന്റൽ ഹെൽത്ത്, ജെനറ്റിക്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് സാറ് പറഞ്ഞതിൽ ജെനറ്റിക്സിൽ വരുന്നതാണ് 40 to 60%. അത് നമുക്ക് എങ്ങനെയാണ് അത് സാർ അതിനുള്ള അതിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും ഒക്കെ ഇതിൽ പറഞ്ഞു തന്നു. പക്ഷെ അത് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് അങ്ങനെ ഒരു ജനറ്റിക്കായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അത് നമുക്ക് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് എത്രത്തോളം നമുക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റും സാറേ? ഓക്കെ, ചോദ്യം കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനിയുണ്ട് അല്ല ഒരെണ്ണം ഞാൻ കൂടി. അല്ലല്ല, ഞാൻ ചോദിക്കുന്നതെന്നു വെച്ചാൽ ഇന്ററപ്റ്റ് ചെയ്ത് നമ്മൾ തമ്മിൽ ആ ചോദ്യം ചോദിക്കുന്നയാളും ആയിട്ടുള്ള ഒരു ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഇതുണ്ട്, എന്തുമാത്രം ഇത് എക്സ്ട്രീം ആണ് എന്നുള്ളതാണ്. ഒരു ന്യൂറോസിസത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാം മൈനർ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് നമുക്ക് തന്നെത്താൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും മൈൻഡ്ഫുൾനെസ് വഴി. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഇത് സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു സ്കിസോഫ്രേനിയ അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ന്യൂറോട്ടിക് ബിഹേവിയറിനെ എല്ലാം അല്ലെങ്കിൽ സൈക്കോതെറപ്പിയെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു മാർഗമല്ല മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതിന് വേണമെങ്കിൽ ഒരു പക്ഷേ നല്ല ഹെൽപ്പ് വേണം, പ്രൊഫഷണൽ ഹെൽപ്പ് വേണം, അതുപോലെ തന്നെ ഡ്രഗ്സിന്റെയും ആവശ്യം വരാം. പക്ഷെ ഇവിടെ ഒരാൾ ഇത് എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്താണ്, ഇല്ലേ? നമുക്കുണ്ട്, എനിക്കത് ഉണ്ട് എന്നുള്ളതും അത് തിരുത്തണമെന്നുള്ളതും ആ ഒരു അവയർനെസ്സിലേക്ക് വരുമ്പോഴല്ലേ നമ്മളൊരു കാര്യം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അപശബ്ദങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കളയാമെന്ന് നമ്മൾ കരുതുന്നത് പോലെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അറിയുന്നതിനനുസരിച്ച് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഈ ഉദാഹരണമായിട്ട് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള നെഗറ്റീവ് ചിന്താഗതി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും മൈൻഡ്ഫുൾനെസ് വഴി. കാരണം ഈ ചിന്ത ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത് വളരെ കാലം ഇങ്ങനെ നടക്കുന്നു, നമ്മളിൽ നടക്കുന്നു, നമ്മൾ അറിയുന്നുമില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മൈൻഡ്ഫുൾനെസ് വഴി നമ്മൾ ഒരാൾ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഈ ചിന്തകളുടെ ആ കാര്യകാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് പല സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞു. മൈൻഡ്ഫുൾ ജേർണലിംഗ് ഉണ്ട്, ഐഡന്റിഫിക്കേഷൻ, അങ്ങനെയുള്ള അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ സമയം നമ്മൾ മൈൻഡ്ഫുൾ ആകാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു കടമ പോലെ രാവിലെയും വൈകിട്ടും ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്കിത് കൂടുതൽ നമ്മൾ ഇതിനെ നമ്മുടെ ലൈഫിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതാണ് മൈൻഡ്ഫുൾ മൈൻഡ്ഫുൾ ഈറ്റിങ്, മൈൻഡ്ഫുൾ വാക്കിങ്, മൈൻഡ്ഫുൾ കുക്കിംഗ് ഉണ്ട്. നമുക്ക് എപ്പോഴാണ്, ഏത് സമയത്താണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് ഒഴിവാക്കാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്ന? ഒരു സമയത്തും ഇല്ല വാസ്തവത്തിൽ. ഇതൊരു നല്ല ശീലമായിട്ട് പോകും. കാരണം നമ്മളൊരു അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഇറ്റ്സ് ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല, കാരണം എല്ലാത്തിനും ക്രിറ്റിസിസം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മളുടെ പ്രത്യേകിച്ച് മെന്റൽ ചാറ്ററിങ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ നമുക്ക് സാധിക്കും. ഓക്കെ സാർ. പിന്നെ ഒന്നുകൂടെ ചോദിച്ചോട്ടെ സാറേ, ഈ പ്രോബ്ലം നമ്മൾ മറ്റൊരു വ്യക്തിയിലാണ് കാണുന്നതെങ്കിൽ നമുക്ക് അവർക്ക് എങ്ങനെയാണ് നമ്മൾ അവരെ അവയർനെസ് ആക്കണം, എങ്ങനെ മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാറാം എന്നൊക്കെ പറഞ്ഞാലും അവരെ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സ്വഭാവമാണെങ്കിൽ, എപ്പോഴും ഈ നെഗറ്റീവ് ആയിട്ടുള്ള സംസാരം, അങ്ങനെയൊക്കെ ഉള്ളവരെ നമുക്ക് എങ്ങനെ ഈ മാറ്റിയെടുക്കാൻ പറ്റൂ എന്നോടൊന്ന് പറയണം. ഓക്കെ, അവരോട് പറയുകയാണ് നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, നമുക്കത് മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് മാറ്റാമെന്ന് പറയുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ നോൺ അക്സെപ്റ്റൻസ് എന്നുള്ള അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാളെ മാറ്റാൻ വേണ്ടിയിട്ടല്ല, അവനവൻ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും മാറ്റുകയും ചെയ്യാനുള്ളതാണ്. ഒരാൾക്ക് അസുഖം വരുമ്പോൾ വേറൊരാൾ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, പക്ഷെ അവരെ സാവധാനം, ഒരു പക്ഷേ
സ്നേഹപൂർവ്വം വളരെ സഹതാപമല്ല, സോറി, അനുകമ്പയോടുകൂടി, സ്നേഹത്തോടുകൂടി, കമ്പാഷനോടുകൂടി അവരെ നമ്മൾ നിർബന്ധിക്കുകയല്ല, അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു കാര്യം, ഈ പറയുന്ന കാര്യം നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന അപ്പൊ അവര് നമ്മളോട് ചോദിക്കും, നീ മൈൻഡ്ഫുൾ ആയനോ, അല്ലെങ്കിൽ നിന്റെ ഈ കാര്യം നീ മാറ്റിയോ എന്നുള്ളത് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ മൈൻഡ്ഫുൾ ആകുകയും ഈ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് നമ്മളിൽ വരുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും അവർക്ക് മാറാനുള്ള ആഗ്രഹം നമ്മളിൽ വരും. അപ്പൊ നമ്മളൊരു റോൾ മോഡലായി നിൽക്കണമെന്നാ സാറ് പറയുന്നത്. ആയിരുന്നാ നമുക്ക് കൊള്ളാം അല്ലേ? നമുക്ക് കൊള്ളാം. പള്ളിയില് തന്നെ രാത്രി വൈകെത്തുമ്പോ അപ്പൊ നല്ലൊരു സെഷൻ. അപ്പൊ സാറിന് ഒരുപാട് നന്ദി. അപ്പൊ ട്രിഗർ ഒഴിവാക്കാനുള്ള മെക്കാനിക്കല്, അതിന്റെ കെമിസ്ട്രി, പല സൂത്രങ്ങളും സാറായിട്ട് കുറെ സൂത്രങ്ങൾ ഉണ്ടാക്കേണ്ടത് എനിക്ക് തോന്നുന്നുണ്ട്. ഓരോ ക്ലാസ്സിലും പുതിയ കണ്ടുപിടുത്ത മൈൻഡ്ഫുൾനെസ് എടുക്കുമ്പോ ട്രിഗർ എങ്ങനെയൊക്കെ ഒഴിവാക്കുന്നത്. അപ്പൊ അതുപോലെ ബിഗ് 5 പേഴ്സണാലിറ്റി തിയറികൾ മനോഹരമായിട്ട് സാർ അത് പറഞ്ഞപ്പോ തന്നെ ഓൾ ആർ യൂണീക്ക്. അപ്പൊ യൂണീക്ക്നെസ്സും ആക്സെപ്റ്റൻസും എനിക്കിപ്പോ എന്താ പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും ദേഷ്യം മാറില്ല. ലെറ്റ്സ് ഗോ ടെക്നിക്ക് ഒരു സമാധാനം കിട്ടാറില്ല. ലെറ്റ്സ് ഗോ മൈൻഡ്ഫുൾനെസ്സോട് കൂടിയിട്ട് ചെയ്യുമ്പോ തീരെ ദേഷ്യം തോന്നുന്നില്ല. ആ ദേഷ്യം പോവും. പിന്നെ ഇടയ്ക്ക് ട്രിഗർ ഉണ്ടെങ്കിൽ വീണ്ടും ചെയ്യും. അപ്പൊ നമുക്കൊരു വളരെ കാമാവും. അതുപോലെ എന്താ പറയാ, നേച്ചർ വാക്ക്, ബ്രത്ത് പ്രാക്ടീസ്, പാഷനേറ്റ് ആയ കാര്യങ്ങൾ, ഡാൻസോ പാട്ടോ ഒക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ തനിയാവർത്തന ഫിലിം സാർ ആപ്റ്റായ എക്സാമ്പിൾ ആണ്. അത് ഈ പഴയ ആൾക്കാരല്ല അടുത്തുവിന് കൈമാറിയെന്ന്. കാരണം ഇവര് പറഞ്ഞു വെക്കും, അവൻ അങ്ങനെയാണ്, പിന്നെ ഇവൻ ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുക, അവന്റെ നടത്തം കണ്ടാലറിയാം, നോട്ടം കണ്ടാലറിയാം. അപ്പൊ അവൻ തന്നെ തോന്നും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയുണ്ടെന്ന്. അപ്പൊ നല്ല ആ ഫിലിം ആപ്റ്റാണ് സാറ് പറഞ്ഞത്. അതുപോലെ വേറെ സാറേ, ഇരുട്ടിന്റെ ആത്മാക്കള സിനിമയുടെ പേര് ഞാൻ മറന്നു, പ്രേം നസീർ അഭിനയിച്ചത്. അപ്പൊ കൈമാറിക്കൊടുക്കൽ പ്രക്രിയ നടക്കണ്ടോ എന്ന് തോന്നും. അപ്പൊ ഏതാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ഒരു സെൽഫ് അവയർനെസ് വരുത്താനും സെൽഫ് ആക്സെപ്റ്റൻസ് കൈക്കൊള്ളാനും അതിലൂടെ ഫോർഗിവ്നെസിന്റെ ടെക്നിക്ക് അറിയാനും പറ്റിയ നല്ലൊരു സെഷൻ. താങ്ക് യു ആന്റണി സാർ ആൻഡ് താങ്ക് യു സാബു സാർ. ഞാനൊന്ന് പോട്ടെ സാറേ. ഓക്കെ, റോയ് സാർ. ഞാൻ മനസ്സിലാക്കുന്ന നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് വരുന്ന എമോഷണൽ ട്രിഗേഴ്സ് മൈൻഡ്ഫുള്ളിലൂടെ എങ്ങനെ നേരെയാക്കി എടുക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ലാണ്ട് മാനസിക സമനില തെറ്റി നടക്കുന്ന ഒരാളെ പിടിച്ചതിനകത്താക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നത്. രണ്ട്, നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാനും എങ്ങനെ ഉണ്ടായി, അതായത് ഇപ്പോൾ സാധാരണ എക്സാമ്പിൾ പറഞ്ഞു, ഉരുൾപൊട്ടുണ്ടായ സ്ഥലത്തുണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ, അവർക്ക് പെട്ടെന്ന് സാഹചര്യത്തിൽ വന്നതാണ്. അത് മൈൻഡ്ഫുൾ ആയിട്ടുള്ള അതിലൂടെ ആ ടിഗേഴ്സ് ഒക്കെ മനസ്സിലാക്കി അത് നോർമൽസിയിലേക്ക് വരാനായിട്ട് സഹായിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. അതല്ലാതെ മാനസിക സമനില തെറ്റിയ ഒരാളെ പിടിച്ച് മൈൻഡ്ഫുള്ളാക്കി നമുക്ക് നേരെയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാടാ. കാരണം അദ്ദേഹം തന്നെ ഉൾക്കൊള്ളണം, എനിക്ക് മാറണം എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്ഥിതി ഉള്ളയാളെ വിളിച്ച് നമുക്ക് വേണമെങ്കിൽ സാറ് പറഞ്ഞതുപോലെയുള്ള ഒരു മൈൻഡ്ഫുൾ മെഡിറ്റേഷന് തയ്യാറാക്കിയാൽ ചിലപ്പോൾ ആശ്വാസം കിട്ടാം. അല്ലേ സാർ? അങ്ങനെ എനിക്കിത് മനസ്സിലായത്. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും മാനസിക നില തെറ്റിയവരെ ശരിയാക്കാന്നുള്ള ഒരു സൂചന ഞാൻ തന്നോ? ഇല്ല. അല്ലപ്പോ ഇവിടെ നമ്മുടെ ശീലാബീഗം മാഡം പറഞ്ഞപ്പോ ഞാനത് ശ്രദ്ധിച്ചതേ ഉള്ളൂ. അപ്പൊ ഈ മൈൻഡ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇതിനു മുമ്പ് പറഞ്ഞത്. അതായത് ഇമോഷണൽ ട്രാപ്പിൽ വീണ് കഴിഞ്ഞാൽ അത് എങ്ങനെ നേരെയാക്കാന്നായിരുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു ഭാഗം. അപ്പൊ അതുപോലെയുള്ള ഒരു ഇത് നോർമൽ ആയിട്ടുള്ള ഒരാളിൽ വരുന്ന ഒരു ഇത് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നോർമലായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഓക്കെ, ജോർജ് സാർ ഉണ്ടോ? താങ്ക് യു സാർ. ആനന്ദ് സാറേ, ഒത്തിരി സന്തോഷം. ഒത്തിരി ഇൻഫോർമേഷൻസ് വീണ്ടും കിട്ടി എന്നല്ലാതെ എന്ത് പറയാനാ. സാറിന്റെ ക്ലാസ് നന്നായിരുന്നു എന്ന് പറയാൻ ഒന്നും നമ്മളെ കണ്ടാവില്ലല്ലോ.
പക്ഷേ ഞാൻ വളരെ ശ്രദ്ധിച്ച പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, പ്രത്യേകിച്ച് ആ ഓഷൻ, ആക്ച്വലി അതൊരു വലിയ ഓഷൻ തന്നെയാണല്ലോ. ശരിക്കും അത് ആ വാച്യാർത്ഥത്തിൽ തന്നെ അനന്തമായ പ്രത്യേകതകളുള്ളതാണ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്. അത് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടു. ഒത്തിരി കാര്യങ്ങളുണ്ട്, എന്നാലും അത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിച്ചു. പിന്നെ ഈ പുണ്യസ്ഥലങ്ങളിലൊക്കെ തീർത്ഥാടനത്തിന് പോകുന്നത് നമ്മളെ ഒന്ന് അവെയർ ആകാനാ. അത് എങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് ഈ പേഷ്യന്റ് അല്ലെങ്കിൽ വ്യക്തിയെ അറിഞ്ഞാൽ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെടലിന് വേണ്ടിയിട്ടാണല്ലോ ഈ അലയുന്ന മുഴുവൻ, ഈ അന്വേഷണം മുഴുവൻ അത് തന്നെയാണ്. ഞാൻ അങ്ങനെ കൂടി ചിന്തിക്കുന്നു എന്ന് പങ്കുവെക്കുക. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ ഇനി ഷീല മാം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സാറേ. Yes, ഒരു ചോദിക്കൂ. ഒരു No, ഡൗട്ട് no, ഉണ്ട് no, സാർ. no, you can ask, please. സാറേ ഇതിലെ സാറ് മൈൻഡ്ഫുൾ സ്ട്രാറ്റജീസ് പറഞ്ഞതില് ഹെൽത്തി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ബൗണ്ടറീസ് യൂസ് ഐ സ്റ്റേറ്റ്മെന്റ്, അത് പറഞ്ഞ കൂട്ടത്തിൽ സാറ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു കാര്യം പറഞ്ഞു. അത് എനിക്ക് അങ്ങോട്ട് അത് ക്ലിയർ ആയില്ല സാറേ. ഞാന് അവിടെ ഉദ്ദേശിച്ചത് ഇതാണ്, അതായത് ക്ലിയർ ബൗണ്ടറീസ്, ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എസ്പെഷ്യലി വിത്ത് നമ്മളുടെ ജീവിതത്തിൽ എന്താണ് ജീവിത സാഹചര്യങ്ങളിൽ ഇങ്ങനെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സൂക്ഷിക്കുകയും വളരെ എന്താണ് വൈകാരികമായിട്ട് നമ്മൾ പെരുമാറാതെ കൂടുതൽ എന്താണ് റെസ്പോൺസ് അതെങ്കിൽ അവരിലേക്ക് കൊടുക്കുക, റിയാക്ഷൻ ആകാതെ വരിക. അതുപോലെ തന്നെ അവരോട് സംസാരിക്കുന്ന രീതിയിൽ ഐ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് അവരോട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യുക. അവർക്ക് ഇങ്ങോട്ട് കടന്നു വന്ന് നമ്മളെ ആക്രമിക്കാനുള്ള അവസരങ്ങൾ അധികമല്ല, അല്ലെങ്കിൽ ഒട്ടും തന്നെ കൊടുക്കാതെ നമ്മളുടെ ആ ഇതെന്റെ ബൗണ്ടറിയാണ്, നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറയാനുള്ള, കടന്നു വരരുത് അല്ലെങ്കിൽ ആക്രമിക്കരുത് എന്നുള്ള ആ ഒരു ഇതില് നമ്മൾ അങ്ങനെയുള്ള ആ ഒരു ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യണമെന്നും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞാനത് ഈ NPT എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹവസിക്കുന്ന ആ സാഹചര്യങ്ങളാണെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഐ അണ്ടർസ്റ്റാൻഡ് ദീസ് ഓർ അല്ലെങ്കിൽ ഐ സ്റ്റേറ്റ്മെന്റിലൂടെ ഓർ ഐ ഡോണ്ട് വാണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ദിസ് ഈസ് അവരെ പറഞ്ഞു മനസ്സിലാക്കുക, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് എന്ന് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റിനേക്കാൾ നല്ലത് കുറച്ചുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ രീതിയിലാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞ വളരെ ശാന്തമായിട്ടും അതുപോലെ തന്നെ നമുക്ക് പറ്റുന്നിടത്തോളം മാന്യമായിട്ടും മര്യാദയായിട്ടും സ്നേഹപൂർവ്വം അവരുമായിട്ട് സംസാരിക്കുക. അതേസമയം നമ്മൾ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പിന്നെ കാരണം ഞാൻ ശ്രദ്ധിക്കാൻ കാരണം സാറേ, ഈ പേഴ്സണാലിറ്റി ഉള്ള ഒരു ആളുമായിട്ട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിക്കാര് നമ്മൾ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറയുകയാണെങ്കിൽ അവരുടെ മുഖം തന്നെ അങ്ങ് മാറുക. മാറിയിട്ട് അവര് ഒരു ദേഷ്യവും നമ്മളെ ഏതാണ്ട് ഒരു ഭയങ്കര പകയോടുകൂടിയാ പിന്നെ നോക്കുന്നത്. അപ്പൊ ശരിക്കും പറയാൻ നല്ല റിലേഷനിൽ ഇരുന്ന ആ ഒരു ഇതില് ചെറിയൊരു കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോ ഇഷ്ടപ്പെടാതെ വരികയും ഭയങ്കരമായിട്ട് വയലന്റ് ആകുന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ നല്ലൊരു റിലേഷൻ ഉണ്ടായിരുന്നത് ഞാൻ കളഞ്ഞല്ലോ എന്ന് ഇങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയിട്ട് പിന്നെ തിരിച്ചവരെ കൊണ്ടുവരാനായിട്ട് അവരുടെ ഗുഡ് ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരും പെട്ടെന്ന് ദേഷ്യം വന്നെങ്കിലും അവർക്ക് മനസ്സിലായി അങ്ങനെ നമ്മളോട് ദേഷ്യപ്പെടാൻ പാടില്ലെന്ന്. അപ്പൊ നമ്മൾ അതിനെ വളച്ചു കൊണ്ടുവന്ന് ഞാൻ പിന്നെ നോർമലാക്കി പിന്നെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് മാറിയത്. അപ്പോ സാറ് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി. അതൊരു നല്ല ഒരു പോയിന്റ് ആണല്ലോ എന്ന് തോന്നി. അതുകൊണ്ടാണ് ചോദിച്ചത് സാർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നാർസിസ്റ്റിക്കിനെ അവര് പറയും തോൽക്കാൻ എനിക്ക് മനസ്സില്ലെന്ന്. അവർ അംഗീകരിച്ചു തരത്തില്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അവരെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുക. പ്രൊവോക്ക് ചെയ്താൽ അവര് നമ്മളെ പഠിപ്പിക്കും. പക്ഷെ അവര് ചെയ്യുന്ന കാര്യം തെറ്റാണെന്നുള്ളത് അവര് അക്സെപ്റ്റ് ചെയ്യത്തില്ല സാറേ. അതാണ് അവരുടെ ഒരു അവരെ മാനേജ് ചെയ്യണം. മാനേജിങ്
എന്ന് പറഞ്ഞത് സാർ അതൊരു 5-6 ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇല്ല 11-12 ക്ലാസ് വരെ 11-12 ക്ലാസ് എടുത്തിട്ടുണ്ട്. യെസ്. മുമ്പ് ഞാൻ ഇട്ടുതരാം ചുമ്മാ നോക്ക്. നല്ല ഇപ്പോൾ ആർക്കാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇച്ചിരി നാർസിസം ഉണ്ടെന്ന് തോന്നിപ്പോകും. കാരണം ഓരോ പർട്ടിക്കുലർ ഇൻസിഡന്റിൽ നമ്മൾ കാണിക്കുന്ന നാർസിസത്തിന്റെ ഒരു പാറ്റേൺ ആണ്. ഒരു ചെറിയ അംശമുണ്ട് സാറേ, നമ്മളിലും ഉണ്ട്. നമ്മൾ എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് ഒരു കോമൺ പേഴ്സണാലിറ്റി ആണ്, പക്ഷെ അത് കൂടി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓക്കെ, അതെ. അപ്പൊ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വേറെ ഇനി ആരും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. നാളെ നമുക്ക് ട്രൈഗ്ലിസറൈഡിനെ കുറിച്ചുള്ള ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് ആണ്. ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ഫാറ്റിന്റെ കണ്ടന്റിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, സി യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, ബൈ ബൈ.